وآله وأصحابه الفائزين بالرضوان أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്നാണ് സംഘാടകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു വലിയ വിഷയമായതുകൊണ്ട് വിഷയത്തോട് 100% ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കുറച്ചു മാത്രമേ സംസാരിക്കുള്ളൂ. കൂടുതൽ സംസാരിക്കാൻ ആരോഗ്യം അനുവദിക്കുന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങാം. അതൊരായത്തിലൂടെ തന്നെ ആവട്ടെ. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. സൂറ മുൽക്ക്. അല്ലാഹു അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് കണ്ണും കാതും ബുദ്ധിയും തന്നു. വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ്. മനുഷ്യന് കണ്ണും കാതും ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമല്ല, കണ്ടതിൽ നിന്ന് ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും. മറ്റു ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തമാണത്. അതുപോലെ തന്നെയാണ് കേട്ടത്. കേട്ട ഒരു കാര്യത്തിൽ നിന്ന് അത് മനസ്സിനങ്ങ് കൊടുത്താൽ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വരും. അങ്ങനെ സംവേദന ഉപകരണങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം ബുദ്ധിക്ക് ഫീഡ് ചെയ്യുകയും ബുദ്ധിയിൽ നിന്ന് ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞ് കാര്യങ്ങൾ ഒരുപാട് പുറത്തു വരികയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ടായിരിക്കാം മനുഷ്യന് ഒരു അത്ഭുത ജീവി എന്ന അർത്ഥത്തിന് സൂപ്പർ എനിമൽ എന്ന് ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകൂടി ആഴത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. കണ്ണും കാതും ബുദ്ധിയും ഒക്കെ ഈ ജന്തുജാലങ്ങൾക്കും ഇല്ലേ? ഉണ്ട്. പക്ഷേ അവയുടെ ജീവചക്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അസാമാന്യമായ ബുദ്ധി പുലർത്തുന്നതും വൈഭവം കാണിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ജീവചക്രവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ അവയൊന്നും ഇത്രയേറെ ബുദ്ധി പുലർത്തുന്നില്ല. കാണുന്നു, കേൾക്കുന്നു, ബുദ്ധിയും ഉണ്ട് ഏതാണ്ടൊക്കെ. പക്ഷേ ആ രംഗത്തു മാത്രമേ അവർക്ക് വൈഭവമുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു തേനീച്ച അതിന്റെ കൂടുണ്ടാക്കുന്നത് എക്സഗൺ പിരമിഡ് എന്ന് പറയുന്ന രൂപത്തിൽ സ്ട്രക്ചറിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. 6 കോണിൽ പിരമിഡ് ആകൃതിയിൽ ഉണ്ടാക്കും. 6 കോണിൽ പിരമിഡ് ആകൃതിയിൽ ഉണ്ടാക്കിയാൽ കുറെ ഗുണങ്ങളുണ്ടാകും. ഒന്ന്, മെഴുക് ഉപയോഗിച്ചാണല്ലോ അതിന്റെ കൂടുണ്ടാക്കുന്നത്. ഇത്ര കുറച്ച് മെറ്റീരിയൽ ഉപയോഗിച്ച് ഉള്ളിൽ ഇത്രയേറെ വ്യാപകമുള്ള വോളിയമുള്ള ഒരു വസ്തു ഉണ്ടാക്കാൻ ഇതിനേക്കാൾ കൊള്ളാവുന്ന ഒരു രൂപമില്ല എക്സഗൺ പിരമിഡ്. വേറെ ഏതു തരത്തിലുണ്ടാക്കിയാലും അത്ര വോള്യം കിട്ടണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഏറ്റവും കുറഞ്ഞ മെഴുക് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ വോള്യമുള്ള വിസ്താരമുള്ള എന്ന് പറയാം, വിസ്താരമുള്ള ഒരു റൂം ഒരുക്കാം. അത് അട്ടിവെച്ചാലോ തിരിച്ചും മറിച്ചും അട്ടിവെക്കാം, പിരമിഡ് ആയതുകൊണ്ട്. അങ്ങനെ അങ്ങ് അട്ടിവെച്ചാൽ എവിടെയും ഒരിത്തിരി സ്ഥലവും വെറുതെ പോകുന്നില്ല. കൃത്യമായി അട്ടിവെക്കേണ്ടിടത്ത് എവിടെയും ഒരു ഭാഗം നഷ്ടപ്പെടാനില്ല. 6 ഭാഗങ്ങളിലേക്കും അട്ടിവെക്കാം. പിന്നെ ഇവിടെ 6 അല്ലാണ്ട് പിന്നെ 6-ലധികം ഭാഗമുണ്ടോ? അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. വളരെ സുഖമായി എല്ലാം ചെയ്യാം. പിന്നെ പിരമിഡ് രൂപത്തിൽ ഒരു എഞ്ചിനീയറോട് എക്സഗൺ പിരമിഡ് രൂപത്തിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അയാൾക്ക് 100 ഉപകരണങ്ങൾ വേണം. കാരണം ഇതിങ്ങനെ അറ്റത്തേക്ക് ഏത് ഭാഗത്തു നിന്നും കൂർത്ത് വരണല്ലോ, അപ്പോഴല്ലേ പിരമിഡ് ആവുള്ളൂ. എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ കൂർത്ത് വന്നില്ലെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ.
അങ്ങനെ കൂർത്തി വേണം. അതിന് ഒരുപാട് ഉപകരണങ്ങൾ വേണം. എന്നാൽ തേനീച്ചക്ക് അതിന്റെ സ്പർശിനികൾ മാത്രം മതി, വേറെ യാതൊരു ഉപകരണവും ആവശ്യമില്ല. ഇത് എന്ന് മുതൽക്ക് തേനീച്ച ഇത് തുടങ്ങിയിട്ടുണ്ട്? തേനീച്ച എന്നുണ്ടായോ അന്നു മുതൽ. അത് കോടിക്കണക്കിന് കൊല്ലമായി. മനുഷ്യൻ അന്നൊക്കെ വീട് ഉണ്ടാക്കാൻ തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല. എവിടെയെങ്കിലും കല്ലുമ്പൊത്തിൽ പാർക്കുകയായിരിക്കും. അവിടെ നിന്ന് അക്കാലം മുതൽക്കേ തേനീച്ച ഇത്ര വൈഭവത്തോടെ കൂടുണ്ടാക്കും. പക്ഷെ തേനീച്ചയുടെ കൂടിന്റെ വൈഭവം ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി. ശരി, ഇതെങ്ങനെ കിട്ടി ജന്തുജാലത്തിനൊക്കെ ഈ സ്വഭാവം എന്ന് ചോദിച്ചാൽ അത് വഹിയാണ്. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖ്ദീ മിനൽ ജിബാലി ബുയൂതൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവർക്കൊരു ജൈവബോധം. തേനീച്ചക്ക് അതിന്റെ രക്ഷകൻ. പദം ശ്രദ്ധിക്കണം. റബ്ബ് എന്ന പദത്തിന് രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് രക്ഷകൻ എന്ന് പോരാ, ഒന്നുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പടിപടിയായി വളർത്തി രക്ഷിച്ചു കൊണ്ടുവരുന്നവൻ എന്നാണ് അർത്ഥം. പടിപടിയായി വളർത്തി രക്ഷിച്ചു കൊണ്ടുപോരുക. തെർബിയത്ത് എന്നൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ, തെർബിയത്ത് ക്ലാസ്, തെർബിയത്ത് സ്കൂള്, അങ്ങനെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പടിപടിയായി വളർത്തിക്കൊണ്ടുവരിക, രക്ഷിച്ചു കൊണ്ടുവരിക. ഇതിന് മറ്റൊരർത്ഥമാണ് അതെവിടെയാണോ വളരുന്നത് ആ സാഹചര്യത്തിൽ എന്തിനേയും പ്രതിരോധിച്ചുകൊണ്ട് നിലക്കൊള്ളാനുള്ള ശേഷി നേടുക എന്നാണ് അർത്ഥം. മറ്റൊരു ഭാഷ സർവൈവ് ചെയ്യാൻ ഫിറ്റസ്റ്റ് ആവുക. അതാണ് ഇന്നത്തെ ലോകം പറയുന്നത്. സർവൈവ് ചെയ്യാൻ ഫിറ്റസ്റ്റ് ആവുക. അതിന്റെ അർത്ഥം അതിജീവിക്കാൻ ഏറ്റവും കൊള്ളാവുന്നതായി മാറുക. അപ്പോ അതിനു പറ്റിയ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് റബ്ബ് എന്നതിന്റെ അർത്ഥം. തേനീച്ചക്ക് അതിന്റെ റബ്ബ് അഥവാ അതിനെ ഇങ്ങനെ സംരക്ഷിച്ചു വളർത്തിക്കൊണ്ടുവരുന്നവൻ, ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്നവൻ ഒരു നൈസർഗിക ബോധം നൽകി, അഥവാ ജൈവബോധം നൽകി എങ്ങനെ വീടുണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് അത് വീടുണ്ടാക്കുന്നത്. കുരുവികൾ വീടുണ്ടാക്കുന്നുണ്ട്. തേനീച്ചക്കൂടിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. ഒരു നാടാകെ എയർ കണ്ടീഷൻ ചെയ്ത്, ഒരു ഗ്രാമം ഒന്നിച്ച് എയർ കണ്ടീഷൻ ചെയ്ത് ഒരു ഗ്രാമവും ഈ ലോകത്തില്ല, എവിടെയില്ല. ഏത് നാട്ടിലുള്ള അതിവികസിത മേഖലകളായ ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക, പിന്നെ ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ജാപ്പാൻ എന്നീ നാടുകളിൽ പോലുമില്ല ഒരു നാടാകെ, ഒരു ഗ്രാമമാകെ എയർ കണ്ടീഷൻ ചെയ്ത്, ഒരു ബിൽഡിംഗ് ഒന്നാകെ എയർ കണ്ടീഷൻ ചെയ്തെന്ന് വരും. ഒരു വലിയ ഏരിയയിലുള്ള ഒരു ബിൽഡിംഗ് ഒന്നാകെ എയർ കണ്ടീഷൻ ചെയ്യാൻ കഴിവുണ്ട്. പക്ഷെ തേനീച്ചയുടെ ഗ്രാമം ഒരു കൂട്ടിനുള്ളിൽ എത്ര അടലുകളുണ്ടോ അതൊക്കെ, അത് എത്ര സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നുവോ അവിടെ എല്ലാം എയർ കണ്ടീഷൻഡാണ്. ഒന്ന്. രണ്ടാമത് അതിനൊരു ഗുണം, അതിന്റെ എയർ കണ്ടീഷനിങ്ങിനുണ്ട് ഒരു ഗുണം. നമ്മുടെ ഈ കാർബണിന്റെ പലതരം ലിക്വിഡുകളും അല്ലെങ്കിൽ പലതരം വസ്തുക്കളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മളിവിടെ എയർ കണ്ടീഷന് പ്രധാന വസ്തുവായി ഉപയോഗിക്കുന്നത്. എന്നാൽ അവരുപയോഗിക്കുന്നത് പച്ചവെള്ളവും കാറ്റും മാത്രമാണ്. പച്ചവെള്ളം, വെറും വെള്ളം സ്പ്രേ ചെയ്യുക, എന്നിട്ട് കാറ്റടിക്കുക. അപ്പൊ കാറ്റും വെള്ളവും കൂടെ കൂടിച്ചേരുമ്പോൾ തണുപ്പ് വരുന്നു. അങ്ങനെയാണ് എയർ കണ്ടീഷൻ ചെയ്യുന്നത്. ആവശ്യമില്ലാത്തടത്തോ മെഴുകുകൊണ്ടാണ് ഉണ്ടാക്കിയത്, നല്ല ചൂട് അതിനുണ്ടാകും. മെഴുകു കൊണ്ടുണ്ടാക്കിയാൽ സ്വാഭാവികമായി ചൂടുണ്ടാകുമല്ലോ. അപ്പൊ തണുപ്പ് കാലത്ത് അതിന് ചൂട് തനിയെ ഉണ്ടായിക്കൊള്ളും. അന്ന് ഈ വെള്ളം സ്പ്രേ ചെയ്യൂല എന്ന് മാത്രം. അല്ലാത്ത നേരത്തൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് ചിറകടിച്ചിട്ട് അങ്ങനെ, ചിറക് ഒരു നിമിഷത്തിൽ വേണമെങ്കിൽ 300-350 പ്രാവശ്യം ചിറക് വീശിക്കൊണ്ടാണ് അതങ്ങനെ ഈ കാറ്റടിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് കുറെ ആൾക്കാർ തയ്യാറായി നിൽക്കുക. അങ്ങനെ ഒരു ഗ്രാമമാകെ കുറ്റമറ്റ എയർ കണ്ടീഷനിങ്. ഇതെല്ലാം കൂടെ ഉള്ളതാണ് ഒരു തേനീച്ച. മാത്രമല്ല അതില് ഒരു പെണ്ണാണ്, ഒരു ഇന്ദിരാഗാന്ധിയാണ് ഭരണകർത്താവ്. ഒരിക്കലും ആണ് ഭരിക്കാറില്ല. എന്നിട്ട് പോലും അവിടെ തൊഴിലില്ലാത്തവരില്ല, താമസിക്കാൻ വീടില്ലാത്തവരില്ല, ഭക്ഷണം കിട്ടാത്തവരില്ല. എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും താമസം, എല്ലാവർക്കും ചികിത്സ, എല്ലാവർക്കും നഴ്സറി ഒക്കെ ഉണ്ട്. കുട്ടികളെ പോറ്റാൻ കിൻഡർ ഗാർട്ടൻ. നമ്മൾ കിൻഡർ ഗാർട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു തരം ജയിലറയാണ്.
അത് ജയിലറയുമല്ല, അത് കളിക്കോപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ കളിസ്ഥലം തന്നെയാണ്. അങ്ങനെ എല്ലാം കൂടെ സജ്ജീകരിച്ച ഒരു ഗ്രാമമാണ് ഒരു തേനീച്ചക്കൂട് എന്ന് പറയാം. എന്നാൽ അവരെല്ലാം ഈ നിയമത്തിനനുസരിച്ച് ജീവിക്കുന്നു. ഈ റാണിയുടെ അല്ലെങ്കിൽ അവയുടെ ജൈവബോധം എന്ന് പറയുക, ജൈവബോധം അഥവാ വഹി. ഞാൻ നേരത്തെ പറയില്ല, ഔഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്ക് ജൈവബോധം നൽകി. ആ ജൈവബോധത്തിലൂടെ തന്നെ നിയമങ്ങൾ അനുസരിക്കാനും അത് ശീലിക്കുന്നു. അതുകൊണ്ട് തന്നെ ജന്തുക്കളുടെ ഇടയിൽ ഒരു സുന്ദരമായ ഒരു സോഷ്യലിസം നിലകൊള്ളുന്നു. അതിന് പ്രിമിറ്റീവ് സോഷ്യലിസം എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുമ്പുള്ള ജന്തുജാലങ്ങളിൽ കാണുന്ന സോഷ്യലിസം, സ്ഥിതി സമത്വം എന്നർത്ഥം. അങ്ങനെ സുന്ദരമായതൊക്കെ നടന്നു പോകുന്നു. ശരി, അപ്പൊ ഞാൻ പറഞ്ഞത് ഭംഗിയായി ജീവിക്കാൻ, ഭംഗിയായി തൊഴിലും വീടും ചികിത്സയും വിദ്യാഭ്യാസവും സൗകര്യങ്ങളും എല്ലാ ഭക്ഷണവും ഒക്കെ കിട്ടി ജീവിക്കാൻ ഒരു തേനീച്ചയുടെ ബുദ്ധിയും അത്ര കഴിവും മതി. എന്നാൽ അതിലൊക്കെ ആ രംഗത്ത് കഴിവുണ്ടെങ്കിലും മറ്റു രംഗങ്ങളിൽ അതിന് കഴിവില്ല ഒരു കാരണവശാലും. അവയുടെ ജൈവചക്രവുമായി ബന്ധപ്പെട്ടിടത്തെ ഈ കഴിവ് പുലർത്തുന്നുള്ളൂ. മനുഷ്യന് കണ്ണും കാതും ബുദ്ധിയുണ്ട്, തേനീച്ചക്കുണ്ട് കണ്ണും കാതും ബുദ്ധിയുണ്ട്. മാത്രമല്ല 36 കണ്ണുകൾ കൂടിച്ചേർന്ന ഒരു സമൂഹമാണ് ഒരു കണ്ണ് തേനീച്ചയുടെ. അപ്പൊ 72 കണ്ണുകളാണ് ഒരു തേനീച്ചക്കുണ്ട്. അതതിന്റെ ഒരു രസമാണ്. അപ്പൊ ഒരു യൂണിറ്റ് കണ്ണ് എന്നാ പറയേണ്ടത്. അങ്ങനെ 36 കണ്ണുകളുടെ ഒരു സമൂഹം, ഒരു യൂണിറ്റ്, അതാണ് ഒരു കണ്ണ്. അങ്ങനെ ഒരുപാട് കണ്ണും ചെവിയും എല്ലാം കാണുന്നു, കേൾക്കുന്നു, ബുദ്ധിയുണ്ട്. ഇത്രയൊക്കെ ബുദ്ധിയുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു തേനീച്ച അവിടുന്ന് കൂടുതൽ പുരോഗമിച്ചിട്ടില്ലല്ലോ. കോടിക്കണക്കിന് കൊല്ലം മുമ്പ് തേനീച്ച എങ്ങനെ വീടുണ്ടാക്കുന്നുവോ, എങ്ങനെ കൂടുണ്ടാക്കുന്നുവോ, എങ്ങനെ തേൻ തേടുന്നുവോ അങ്ങനെ തന്നെ ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. എങ്ങനെ ചിറകടിക്കുന്നുവോ അങ്ങനെ തന്നെ ഇപ്പോഴും ചിറകടിക്കുന്നുള്ളൂ. വേറൊരു യന്ത്ര സംവിധാനം അതിനുണ്ടാക്കിയില്ല, ഉണ്ടാക്കാനോട്ട് കഴിയേയില്ല. അവയുടെ ബുദ്ധി നേരത്തെ നൽകിയതെങ്ങനെയോ, ജന്മന നൽകിയതെങ്ങനെയോ അങ്ങനെ തന്നെ നിലക്കൊള്ളുന്നു. അതവിടെ പിടിച്ച് കുടുക്കി കെട്ടിയ പോരാ. ഒരു ഫംഗ്ഷൻ ചെയ്തു വെച്ച കമ്പ്യൂട്ടർ പോലെയുള്ളൂ. ഇനി അതിൽ വേറൊന്ന് ഫീഡ് ചെയ്യാത്തടത്തോളം കാലം അത് അങ്ങനെ തന്നെ ഓടും എന്ന് മാത്രം. ആ രൂപത്തിലാണ് ഈ ജന്തുക്കളൊക്കെ പ്രവർത്തിക്കുന്നത്. അവക്ക് കാണാനും കഴിയും, കേൾക്കാനും കഴിയും, ബുദ്ധിയൊക്കെ ഉണ്ട്. അത്രമാത്രം അതിന് പുരോഗതിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മനുഷ്യന് കണ്ണും കാതും ബുദ്ധിയും അങ്ങനല്ല, വളരെ പുരോഗമിച്ചു നിൽക്കുന്നു. ഒരു ചെറിയ ഉദാഹരണത്തിന്, ഒരു 10 ആടുകളേതാ അവിടെ ആ തെങ്ങിന്റെ മരട്ട് അവിടെ കെട്ടിയിട്ട് നിൽക്കുക. ഇത്തിരി ഇലയും അതിന്റെ മുകളിൽ കെട്ടിയിട്ട് അല്ലെ ചുറ്റുവിട്ട്, എന്നിട്ട് അത് തിന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാടിന്റെ ചെവി പിടിച്ചിട്ട് ആ കയറ് ചെത്തിയാട്ടർത്ത് ഒരു കത്തി എടുത്തിട്ട്, വലിയൊരു കത്തി എടുത്ത് ചെത്തിയാട്ടർത്ത് അപ്പുറത്തെ കൊണ്ടുപോയി അവിടെ അർത്ഥപ്പോ അത് ഒച്ചട്ടു. ഏതൊരു ജന്തും ചാവുമ്പോ കരയുന്ന ഒച്ചക്ക് ടോണിന് ധ്വനിക്കൊരു മാറ്റം വരൂലേ? ആ മാറ്റം ഈ ആടുകൾ കേട്ടു. എന്നിട്ട് ആ കത്തിയുമായിട്ട് അങ്ങനെ തന്നെ ചോര ഇറ്റുന്ന ആ കത്തിയുമായി ഇങ്ങോട്ട് വന്നിട്ട് വേറൊരു ആടിനെ പിടിച്ചിട്ട് ചെവി പിടിച്ചിട്ട് ആ കയറാട് ചെത്തി നിൽക്കുക. എന്നാ അത് ഓടിപ്പോവില്ലല്ലോ. ഹനുമാൻകർ അച്ഛൻ ചാടം വെച്ചെടുത്തൂടെ, അത് ഓടിപ്പോവില്ല. ഇക്കത്തി അത് കണ്ടു, ആ ശബ്ദം ഇത് കേട്ടു. പക്ഷേ അത് ബുദ്ധിക്ക് കൊടുത്തപ്പോൾ ബുദ്ധിയിൽ നിന്നൊരു തീരുമാനം വന്നില്ല. അവിടെയാണ് അതിന്റെ കുഴപ്പം. അതുകൊണ്ട് തന്നെ ഇതിനെന്താ പറ്റിയത്, എന്താ അങ്ങനെ കരഞ്ഞത്, ഈ കത്തിമ കാണുന്ന എന്താണ്, ഇത് മനസ്സിലാക്കാൻ ആടിന് കഴിയില്ല. നേരെ മറിച്ച് ഒരു 4 കുട്ടികളെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഒരാള് പള്ളിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു കുട്ടീനെ അടി വെച്ച് കൊടുത്തു നിൽക്കുക. ആ കുട്ടി ഒന്ന് കരയട്ടെ. ആ ശബ്ദത്തിന്റെ പ്രത്യേക ധ്വനിയിൽ നിന്ന് ഇവിടുത്തെ കുട്ടികളെ മനസ്സിലാക്കൂ ഓൻ അപകടം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവൻ തിരിച്ചു വരുന്നതിനടുക്ക് ഓടിക്കടാ എന്ന് പറഞ്ഞിട്ട് ഓട്ടം ഓടും. ഒരൊറ്റ ശബ്ദം കേട്ടതിൽ നിന്ന് ഇനി എന്താണ് വേണ്ടതെന്നുള്ളത് 100% ബുദ്ധിക്കതായിട്ട് ആ ശബ്ദമായിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോ ബുദ്ധിയിൽ നിന്ന് പല തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അതല്ല അവൻ എങ്ങനെയുണ്ട്, അല്ല ബോഡിയാണോ, ബോഡി അല്ലെങ്കിൽ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യണം അവനെ. ഒരുത്തൻ കല്ലെടുത്തോ, ഒരുത്തൻ വടിയെടുത്തോ, വേറൊന്നെടുത്തോ, എന്നിട്ട് എല്ലാം ആ മൂലക്ക് പോയിരുന്നോ, ഈ മൂലക്ക് പോയിരുന്നോ, അയാളിപ്പം അങ്ങോട്ട് തന്നെ ഒരു വേറിപ്പ എല്ലാം കൂടിയിട്ട് അടി പാസ്സാക്കണം എന്ന് തീരുമാനിക്കാനും കഴിയും ഈ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ. ആടിനൊന്നും കഴിയില്ല. അപ്പൊ കണ്ടതിലപ്പുറം ചിന്തിച്ചു മനസ്സിലാക്കാൻ ജന്തുക്കൾക്ക് കഴിയില്ല. ജന്തുക്കൾക്ക് ബുദ്ധിയില്ലേ? ഉണ്ട്.
മനുഷ്യന്റേത് അങ്ങനെയല്ല. മനുഷ്യന്റേത് ഒരു പക്ഷേ ആ തേനീച്ച അക്കൂടുണ്ടാക്കുന്ന അന്ന് വെറും ഒരു പരപ്പത്തിൽ ഒരു പാറപ്പത്തിൽ പാർത്തിരുന്ന മനുഷ്യൻ ഇന്ന് ചന്ദ്രനില് വീടുണ്ടാക്കാൻ ബുക്ക് ചെയ്യാ സ്ഥലം അവിടത്തോളെത്തി. ആ പുരോഗതിയെപ്പറ്റി ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. അത്രയേറെ പുരോഗതി. ഇപ്പോ സാധാരണ ഗൾഫിൽ പോയി വന്ന ആള് പണ്ടൊക്കെ നമ്മൾ പറയലുണ്ടായിരുന്നു, ഒരു പെരക്ക് നമ്മൾ തറയിട്ട് വെക്കുക, അടുത്തല്ല നമുക്ക് പണി തുടങ്ങുക, അല്ലെ അതിന്റെ പിറ്റേത്തെ കൊല്ലോ എന്നൊക്കെ പറയലുണ്ടായിരുന്നു. ഇപ്പൊ ആരെങ്കിലും തറയിട്ട് വെക്കലുണ്ടോ? തറയിട്ട് വെച്ചാൽ അടുത്തല്ല വരുമ്പോഴേക്കാ മാറൂലേ? അടുത്ത കൊല്ലം വരുമ്പോഴേക്ക് ആ തറന്റെ ഫേഷൻ മാറി വേറെ രൂപത്തിലുണ്ടാക്കണം. അങ്ങനെ ഓരോ കൊല്ലവും വീട് ഓരോ തരത്തിലാണ് ഉണ്ടാക്കുന്നത്. വീടിന്റെ പ്ലാനും എലിവേഷനും പിന്നെ എല്ലാ രൂപമാണ് മാറുക ഓരോ കൊല്ലത്തിലും. ഇങ്ങനെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അത് ഒറ്റ രംഗം മാത്രമാണ് ഞാൻ പറഞ്ഞു. ശരി, അപ്പൊ നമ്മൾക്ക് എന്താ പ്രത്യേകത? അതോ പ്രത്യേകത ഞാൻ ഇങ്ങനെ പറയാം. കണ്ണും കാതും ബുദ്ധിയും ഒക്കെ പിന്നെ ഒരു പ്രത്യേക തരത്തിലാണ്. അതിന് ഞാൻ കണ്ണിനെയും കാതിനെയും എടുത്തു പറയുന്നില്ല, ബുദ്ധിയെ തന്നെയാ പറയുന്നത്. കാരണം കണ്ണിന് അത്ര വലിയ മൂർച്ച നമുക്കില്ല, ചെവിക്ക് അത്ര വലിയ മൂർച്ച നമുക്കില്ല. അത് നമ്മളെക്കാളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന, വാസനിച്ചറിയുകയൊക്കെ ചെയ്യുന്ന ജന്തുക്കൾ ഒരുപാടുണ്ട്. അപ്പൊ അതിനൊന്നും ഏറെയല്ല. പക്ഷേ നമ്മൾ കണ്ടതും കേട്ടതും ബുദ്ധി കണ്ട് കൊടുത്താൽ ബുദ്ധിയിൽ നിന്ന് തീരുമാനം വരുന്നു. അതാണ് നമ്മളെ പ്രത്യേകത. ആ ബുദ്ധിയാണ് വളരെ മെച്ചപ്പെട്ട് നിൽക്കുന്നത്. അത് ചെറിയൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു കാറ് 1800 cc ഒരു കാറെന്ന് നിങ്ങൾ വിചാരിക്കും. എനിക്കറിയില്ല കേട്ടോ, ഞാൻ സങ്കല്പിച്ച് പറയാം. 1800 cc ആണ് ഒരു കാറെങ്കിൽ ഈ കാറിന് ഒരു 18000 cc ഉള്ള ഒരൊറ്റ ഉപകരണം ഫിറ്റ് ചെയ്യാം. ഒരു പാർട്ട് മാത്രം 18000 cc അത് ഫിറ്റ് ചെയ്യാം. എന്തിനാ ഇത് ആവശ്യം? എന്താവശ്യത്തിന് വേണ്ടി? 1800 cc ആണ് ബാക്കിയുള്ളതൊക്കെ. അതിന് ഫിറ്റായ രൂപത്തിലെല്ലാം വേണം. ഒരൊറ്റ ഉപകരണം മാത്രം, ഒരു പാർട്ട് മാത്രം 18000 cc എന്തിനാ ഫിറ്റ് ചെയ്യുന്നത്? അതാരോ ഒരുത്തൻ ബുദ്ധിയുള്ളവൻ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിചയമുള്ള ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ അങ്ങനെ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളോട് ചോദിക്കണം അതെന്തിനാണ്. നമ്മളോടൊന്ന് ചോദിച്ചു നോക്കുക. എന്റെ കൈ ഞാൻ ഒരാളെ ഒരടി വെച്ചു വിട്ടാ എന്റെ തല അല്ല പൊട്ടുക, എന്റെ കൈയാണ് പൊട്ടുക. മാറ്റി പറിച്ചാൽ എന്റെ നഗാട് കീറിപ്പോകും, അല്ലാതെ അയാളെ മാംസം പറയൂല. കടിച്ചു പറിച്ചാൽ എന്റെ പല്ലങ്ങോട്ട് പോകും, അതല്ലാതെ ആരും കൂടെ പറയൂല. ഒരു പൂച്ച മാന്തിയാൽ മാംസം അങ്ങനെ തന്നെ കീറിപ്പോവും. ഒരു നരിങ്ങ് കടിച്ചാൽ ആ ഭാര്യയുടെ അടക്കം ഇങ്ങോട്ട് കിട്ടും. ഒരു ഹയാന കടിച്ചാൽ ഒരു കാലിന്റെ തൊടയലിന് 3 കഷ്ണമായി പൊട്ടും. ഒരെണ്ണം വായിക്കുള്ളിലും 2 കഷ്ണം 2 ഭാഗത്തേക്കും അങ്ങനെയാണ് പൊട്ടും, ഒറ്റ കടി വെച്ചു കൊടുത്താൽ. ഈ ജാതി നഖത്തിനും പല്ലിനും ശരീരത്തിനും ഒക്കെ മൂർച്ചുള്ളത്. ഇതിന്റെ മുകളിലുള്ള ഒരു എറുമ്പ് താഴേക്ക് വീണ് എന്ന് വിചാരിക്കും. അത് ഒരു ഉറുമ്പിന്റെ എത്ര ഇരട്ടി ഉയരത്തിലാണ്? എത്രയോ 200-300 ഇരട്ടി ഉയരത്തിൽ. താഴേക്ക് വീണാലും ഒപ്പര് കുറച്ചു നേരം ഒരു സെക്കൻഡ് ഇങ്ങനെ അവിടെ പതുങ്ങി നിൽക്കും, പിന്നെ ഒറ്റ ഓട്ടം കാണാം. എന്നാ മനുഷ്യൻ ഒരു 3 ആളെ ഉയരത്തുണ്ട്, ഒരു 3 ഇരട്ടി ഉയരത്തുനിന്ന് താഴേക്ക് വീണാൽ എന്തുണ്ടാവും? അങ്ങനെ ഓടിപ്പോകുമോ? കുറച്ചു നേരം എന്നിട്ട് പിന്നെ കടിയിട്ട് ഓടിപ്പോകുമോ? ഇല്ല അല്ലേ? ഒരു 10 ആളെ ഉയരത്തുനിന്ന് വീണാലോ പിന്നെ ഒരു ചാക്കെടുത്തുണ്ട് വന്നാൽ മതി, അതിലേക്ക് ആക്കിയിട്ട് കൊണ്ടുപോകാനില്ലേ? എന്നാൽ 200 ഇരട്ടി 300 ഇരട്ടി ഉയരത്തുനിന്ന് താഴേക്ക് വീഴുന്ന ഈ ഒരു ഉറുമ്പ് പോലും, അതുപോലെ ഒരു പല്ലി, എന്തൊരു രസം കാലിന്റെ പല്ലിയൊക്കെ വീഴുന്നതാണ് വീഴാണ്. എന്നാൽ കാണാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇങ്ങനെ എടീലേക്ക് പോണാണ്, ഓടിപ്പോണാ. കുട്ടികൾ പിടിക്കാൻ നോക്കിയാലൊന്നും കിട്ടൂല. അവരുടെ ശരീരത്തിന് എന്തൊരു ശക്തി! മനുഷ്യന്റെ ശരീരത്തിന് ആ ജാതി ശക്തി ഒന്നുമില്ല. പക്ഷെ മനുഷ്യന്റെ ബുദ്ധിക്കോ, മനുഷ്യന്റെ ശരീരമൊക്കെ ഒരു ഏറി വന്നാൽ 80 cc 80 cc ഉപകരണം. മനുഷ്യന്റെ കയ്യും കാലും തലയും കണ്ണും മൂക്കും എല്ലും പല്ലും ഒക്കെ. എന്നാ അവന്റെ ബുദ്ധിയോ 8000 cc. അതെന്തിനാണ് അങ്ങനെ ഫിറ്റ് ചെയ്ത്? ഈ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യന് ഓടാൻ വിചാരിച്ചാൽ ഒരു പൂച്ച ഓടുന്നതിന്റെ 4 ഓടുവാന്ന്. ബോബ് ഭീമന്റെ സ്പീഡ് നമ്മൾ കേട്ടില്ലേ? ഇത്ര അവന്റെ അല്ലെ മറ്റവന്റെ ഓട്ടം അല്ലെ ഇവന്റെ ചാട്ടം ഒക്കെ നമുക്കറിയാം. ഇതൊന്നും ശരീരത്തിന് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാ കഴിവും. മനുഷ്യന്റെ ബുദ്ധിയോ അത് ഞാൻ പറയാം 80 cc ശരീരത്തിന്റെ എല്ലാം. എന്നാ അവന്റെ ബുദ്ധിക്കോ 8000 cc കഴിവ്. എന്തിനാ അത്ര വലിയ കഴിവ്? അത് ഈ ഭൂമുഖത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ജീവിക്കാൻ എന്നാണ് പറയുന്നതെങ്കിൽ തെറ്റി, പരിപൂർണമായും തെറ്റി. ഭൂമിയിൽ നമ്മളെക്കാൾ സുഖമായി ജീവിക്കുന്നവർ ഞാനീ പറഞ്ഞ ജന്തുക്കളൊക്കെയാ.
എല്ലാ ജന്തുജാലങ്ങളും. എല്ലാം കൊണ്ടും എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷണം. ഇതുള്ള നാട് ഏതാ ഉള്ളത്? അമേരിക്ക ഉണ്ടോ? ബ്രിട്ടൻ ഉണ്ടോ? എന്നാൽ ഒരു തേനീച്ചക്കൂട്ട്, ഒരു ഉറുമ്പൻ കൂട്, ഒരു കാട്ടുപട്ടിക്കൂട്ടം, ഒരു ആനക്കൂട്ടം, ഒരു കുരങ്ങൻ കൂട്ടം, ഒരു സീബ്രക്കൂട്ടം, ഒരു കാട്ടുകഴുതക്കൂട്ടം, പിന്നെ മറ്റേ കടലിലെ ജന്തുക്കൾ, ജലജീവികൾ, പ്രാവുകൾ, പക്ഷികള്, ഏത് ജാതി ആവട്ടെ, ഇവയിലൊക്കെ എല്ലാറ്റിലും സുഖസുന്ദരമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. മനുഷ്യനേക്കാളൊക്കെ ഭംഗിയായി. ഞാൻ പറഞ്ഞ എല്ലാ ഗുണങ്ങളും. ഇന്നേ വരെ ഒരു ജന്തുജാലം പട്ടിണിയായിട്ട് മരിച്ചിട്ടില്ല, ചത്തൊടുങ്ങിയിട്ടില്ല. നിങ്ങൾ ജന്തുശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു നോക്കൂ. ചിലപ്പോൾ ജന്തുജാലങ്ങൾ നശിച്ചു പോയിട്ടുണ്ടാവാം പട്ടിണി കൊണ്ട് തന്നെ. എന്തുകൊണ്ടെന്നറിയോ? നമ്മള് അവർക്ക് ഒന്നുകിൽ അവരുടെ വെള്ളത്തിന്റെ താവളം നമ്മൾ മണ്ണിട്ട് നികത്തി കളഞ്ഞു. ഭൂമിയിൽ നമ്മളെക്കാൾ സുഖമായി ജീവിക്കുന്നവർ ഞാനീ പറഞ്ഞ ജന്തുക്കളൊക്കെയാണ്. എല്ലാ ജന്തുജാലങ്ങളും. എല്ലാം കൊണ്ടും എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷണം. ഇതുള്ള നാട് ഏതാ ഉള്ളത്? അമേരിക്ക ഉണ്ടോ? ബ്രിട്ടൻ ഉണ്ടോ? എന്നാൽ ഒരു തേനീച്ചക്കൂട്ട്, ഒരു ഉറുമ്പൻ കൂട്, ഒരു കാട്ടുപട്ടിക്കൂട്ടം, ഒരു ആനക്കൂട്ടം, ഒരു കുരങ്ങൻ കൂട്ടം, ഒരു സീബ്രക്കൂട്ടം, ഒരു കാട്ടുകഴുതക്കൂട്ടം, പിന്നെ മറ്റേ ഈ കടലിലെ ജന്തുക്കൾ, ജലജീവികൾ, പ്രാവുകൾ, പക്ഷികള്, ഏത് ജാതി ആവട്ടെ, ഇവയിലൊക്കെ എല്ലാറ്റിലും സുഖസുന്ദരമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. മനുഷ്യനേക്കാളൊക്കെ ഭംഗിയായി. ഞാൻ പറഞ്ഞ എല്ലാ ഗുണങ്ങളും. ഇന്നേ വരെ ഒരു ജന്തുജാലം പട്ടിണിയായിട്ട് മരിച്ചിട്ടില്ല, ചത്തൊടുങ്ങിയിട്ടില്ല. നിങ്ങൾ ജന്തുശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു നോക്കൂ. ചിലപ്പോൾ ജന്തുജാലങ്ങൾ നശിച്ചു പോയിട്ടുണ്ടാവാം പട്ടിണി കൊണ്ട് തന്നെ. എന്തുകൊണ്ടെന്നറിയോ? നമ്മള് അവർക്ക് ഒന്നുകിൽ അവരുടെ വെള്ളത്തിന്റെ താവളം നമ്മൾ മണ്ണിട്ട് നികത്തി കളഞ്ഞു, ഭക്ഷണം കിട്ടാതായി. അങ്ങനെ ഉണ്ടാവാം. കാട്ടിൽ നമ്മൾ കയറി ചെന്നു, കാടൊക്കെ വെട്ടി തെളിച്ചു കളഞ്ഞു, അതിനാലുണ്ടാവാം. അങ്ങനെ അല്ലെങ്കിൽ പുഴയിൽ നമ്മൾ ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന എല്ലാ അവശിഷ്ടങ്ങളും ഒഴുക്കിയാട് വിട്ടു, അതിനാൽ ഒരിക്കൽ ഭക്ഷണം കിട്ടാതെ ചത്തിട്ടുണ്ടാവാം. ഇങ്ങനൊക്കെ മനുഷ്യന്റെ കരങ്ങൾ ഈ പ്രകൃതിയുടെ താളം തെറ്റിച്ചു കളഞ്ഞാൽ ഒരു പക്ഷേ ജന്തുജാലങ്ങൾ ചത്തിട്ടുണ്ടാവാം. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യരുടെ കരങ്ങൾ കരയിലും കടലിലും മഹാനാശം പ്രകടമായി വിതച്ചിരിക്കുന്നു. വിതച്ചു എന്ന് പോരെ, ഇനി വേറെങ്കിലും പദങ്ങൾ ഉപയോഗിച്ചോളൂ. വളരെ പ്രകടമായ നാശം ഉണ്ടാക്കിയിരിക്കുന്നു കരയിലും കടലിലും. എവിടെ? ഇത് മനുഷ്യകാരങ്ങൾ. ജന്തുക്കൾ എത്ര കാലമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? അവരാരെങ്കിലും ഈ പ്രകൃതിയുടെ താളം തെറ്റിച്ചോ? അതുകൊണ്ട് ഫസാദ് ഉണ്ടായോ? നാശമുണ്ടായോ? പ്രകടമായ ഇല്ല. എവിടെയും ഫസാദ് ഉണ്ടായിട്ടില്ല, നാശമുണ്ടായിട്ടില്ല. അവ മനുഷ്യൻ പ്രവർത്തിച്ചാൽ അവരൊക്കെ നശിപ്പിക്കാൻ കഴിയും. അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ നശിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ജന്തുജാലങ്ങളിൽ ഈ തരം കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായി ജീവിക്കുന്നു. ജീവിക്കാൻ അത്ര ബുദ്ധിയും മതി, ആ ജന്തുജാലങ്ങളുടെ ബുദ്ധിയും മതി. മാത്രമല്ല അവിടങ്ങളിലൊക്കെ ഉള്ള ആ എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടുംബം, ഇത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടുക, മനുഷ്യൻ അസൂയപ്പെടുക. അടടാ എന്തൊരു സുന്ദരമായ ജീവിതം, പ്രിമിറ്റീവ് കമ്മ്യൂണിസം എത്ര സുന്ദരമാണ് അല്ലേ? അപ്പൊ ജീവിതം സുന്ദരമാക്കാൻ അത്ര ബുദ്ധി മതി. കാട്ടുകഴുതയുടെ ബുദ്ധി മതി. കഴുത തന്നെ ബുദ്ധിശൂന്യതയുടെ മര്യാദയല്ലേ? അത്ര ബുദ്ധി മതി ജീവിക്കാൻ. മനുഷ്യന് ബുദ്ധി ഏറെ ഉണ്ടായത് അപകടമായി എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ നമ്മൾ നന്മ വിചാരിച്ചാലും നടക്കുന്നില്ലല്ലോ, എല്ലാവരും കൂടി വിചാരിച്ചാലും അല്ലെ നടക്കുന്നില്ല. അപ്പൊ അതിനർത്ഥം ഇവിടെ ബുദ്ധി ഏറിപ്പോയി. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കുത്തകയാക്കി വെച്ചു. അങ്ങനെ ബൂർഷമാരുണ്ടായി, തെറ്റിയും ഒറിജിനലുമായ ബൂർഷകളുണ്ടായി കുത്തകയാക്കി വെച്ചിട്ട് മനുഷ്യൻ ആവശ്യമുള്ളതിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്തു. ഏതെങ്കിലും ഒരു സിംഹം ഒരു മാന് തൊട്ടടുത്ത് വന്നിങ്ങനെ ഇളിച്ചാട്ടിയാൽ ആ മാനിനെ ഒരു സിംഹം പിടിക്കൂല, അതിന് വിശപ്പില്ല എങ്കിൽ. ഈ പൊയ്ക്കോന്ന് പറയും. അടുത്തേക്ക് വന്നാലും ഒന്നും മരളും, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, ഒന്ന് മാറിക്കോന്ന് പറയും. മുപ്പര് വീണ്ടും അടുക്കെടുക്കും. അല്ലാതെ നാളേക്ക് ഞാൻ പിടിച്ചു വട വെക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സിംഹമില്ല. വിശന്നാലോ പിടിക്കുകയും ചെയ്യും.
അതുകൊണ്ട് നാളേക്ക് എനിക്കും എന്റെ കുട്ടിയക്കും എന്ന് പറഞ്ഞിട്ട് കുത്തകയാക്കി വെക്കുന്ന ഈ സ്വഭാവം ജന്തുജാലങ്ങൾക്കില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ആരും പൂഴ്ത്തി വെക്കാനില്ല, കുത്തകയാക്കി വെക്കാനില്ല, കച്ചവടം ചെയ്ത് ലാഭിക്കാനില്ല, അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ടാറ്റ, ബർല, ഗോയങ്കെ, കോത്താരി, GD നായിഡു, മഫത്ലാൽ, ലാൽബായ്, കിർലോസ്കർ, മഹീന്ദ്ര എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു 8-10 ആൾക്കാരുടെ കയ്യിൽ ഇന്ത്യയുടെ മുഴുവൻ സ്വത്തും കുത്തകയായി കൂടുന്നില്ല, കുന്നുകൂടുന്നില്ല. അതായതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത്ര ബുദ്ധി ഏറെ ഉണ്ടായത് അപകടമായി പോയി ജീവിക്കാൻ എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. നബിനെന്തിനായി ബുദ്ധി? നബിനെന്തിനായി ഈ 80,000 cc ബുദ്ധി എന്തിനാ കൊടുത്തത്? അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന എന്റെ പോയിന്റാണ്. നമ്മൾ ഇതിന്റെ എഞ്ചിനീയറോട് ചോദിക്കണം, ഈ ശരീരത്തിന്റെ എഞ്ചിനീയറോട് ചോദിക്കും. ഒരു കാറിന് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 18,000 cc ഒരു ഉപകരണം ഫിറ്റ് ചെയ്താൽ ഒരു എഞ്ചിനീയറാണ് ഫിറ്റ് ചെയ്തെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കുക എന്താണ് നിങ്ങൾ അതിൽ കണ്ട യുക്തി, അല്ലെ? അതുപോലെ മനുഷ്യനിൽ ഈ 80,000 cc ബുദ്ധി എന്തിനാ ഫിറ്റ് ചെയ്ത്? ബാക്കിയുള്ളൊക്കെ 80 ഉള്ളല്ലോ, പിന്നെ എന്തിനാ 80,000 cc ബുദ്ധി മാത്രം ഫിറ്റ് ചെയ്തത്? അത് ബാക്കിയുള്ള പ്രിപ്പോർഷന് എതിരല്ലേ? മറ്റുള്ള സന്തുലിതാവസ്ഥയ്ക്ക് എതിരല്ലേ? ബുദ്ധി മാത്രം ഇങ്ങനെ 80,000 cc കൊടുക്കുന്നത് എന്തിനാണ് കൊടുത്തത്? ചോദിക്കണ്ട. സാധാരണ ഏതൊരു ഉപകരണം സൃഷ്ടിച്ചാലും ഉപകരണത്തിന്റെ സൃഷ്ടാക്കൾ ഒരു കാറ്റലോഗ് തരും. എന്തിനാണ്? അതെങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി. ഇതിങ്ങനെയൊക്കെ പ്രവർത്തിപ്പിച്ചാലും പ്രവർത്തിക്കാം. കാറ്റലോഗ് കിട്ടിയില്ലെങ്കിലോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂല. ഇത് എല്ലാ ഉപയോഗത്തിനും ഉദാഹരണങ്ങളുടെ തന്നെ കാണിച്ചു തരാം. ഈ ഏരിയയിലൊക്കെ കാണാം ഇങ്ങനെ കുറെ 1 മുതൽ 9 വരെയും പിന്നെ 0 ഇങ്ങനെ ഡയലൊക്കെ ഉള്ള ഒരു വാച്ച് കാണാം. ഒരു വാച്ച് കുറച്ച് ഇങ്ങനെ കുറച്ച് 1, 2, 3 കുറച്ച് അക്കോ ABC ഇതൊക്കെ ആവും കാണാം. ഇതെന്തിനാ കാക്കിയത്? നിങ്ങളെ വാച്ച് മേലെ കുറെ അക്കോ കുറച്ച് കട്ടയൊക്കെ ഉണ്ടല്ലോ, അതെന്തിനാ? താഴെയാണ്. ആദ്യം എനിക്ക് അറിഞ്ഞുകൂടാ, അത് മോനാണെന്ന് അയച്ചെന്നാണ്. 100 കണക്കിന് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാച്ചാണിത്. ഒരു ചെറിയൊരു മിനി കമ്പ്യൂട്ടറാണ് ഇതിന്റെ പിന്നിലുള്ളത്. നമുക്കത് അറിഞ്ഞുകൂടാ. എന്നിട്ട് അവുമായിട്ട് കൈമ കെട്ടി ഇങ്ങനെ നടക്കും. നമുക്ക് ടൈം കാണാൻ മാത്രം, ടൈം കാണാൻ വേറെ സ്ഥലമുണ്ട്. ഈ കട്ട എന്തിനാ പിന്നാലെ നമുക്ക് അറിഞ്ഞുകൂടാ. അതിനൊരു കാറ്റലോഗ് നമുക്ക് അറിഞ്ഞില്ല. അതുകൊണ്ട് അത് 100 കാര്യത്തിന് ഉപയോഗിക്കാവുന്ന ഒരു മിനി കമ്പ്യൂട്ടറാണ്. നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നതല്ല. അതുപോലെ ഒരു ഉപകരണം സൃഷ്ടിച്ചാൽ അതിന്റെ ആള് അതിനെന്തോ ഒരു ഗൈഡൻസ് തരണം. അതിന് കാറ്റലോഗ് എന്ന് പറയാം. അല്ല, ഒന്നുകൂടി ഭംഗിയായി പറഞ്ഞാൽ മാനുഫാക്ചേഴ്സ് മാനുവൽ എന്നതിന് പേര് പറയും. എന്ന് പറഞ്ഞ ഒരു ഉപകരണം ഇങ്ങനെ ഒരു അഹൂജ അങ്ങനെ ഒരു മൈക്ക് കൊണ്ട് ഉണ്ടാക്കിയാൽ മൈക്കിന്റെ ഒരു പൂർവ്വകാല ചരിത്രം, ചെറിയ ബ്രീഫായിട്ട് ചെറിയ ചരിത്രം, ഈ മൈക്കിന്റെ നമ്പർ, ഇതിനുള്ള പ്രത്യേകതകൾ, ഇതിന് പ്രവർത്തിപ്പിക്കാനുള്ള എല്ലാ വഴികളും, ഇത് പെട്ടെന്ന് നാശമായി പോകാവുന്ന അപകട കാരണങ്ങൾ, ഇതൊക്കെ കൂടി വിശദീകരിച്ചിട്ട് പിന്നെ ഇത് റിപ്പയർ ചെയ്യാനുള്ള ഏതാണ്ട് ഗൈഡൻസ് കൊടുക്കും. ഇത് റിപ്പയർ ചെയ്യാൻ ഇങ്ങനെയൊക്കെ അവരുടെ ഡയഗ്രാം ഇങ്ങനെയാകുന്നു, ഇതിങ്ങനെ റിപ്പയർ ചെയ്യാം, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാട്. അതിലാണ് മാനുഫാക്ചേഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. ഏതൊരു ഉപകരണം പ്രവർത്തിപ്പിക്കണമെങ്കിലും ഇനി അതിന് റിപ്പയർ ചെയ്യണമെങ്കിലും അതിന്റെ എല്ലാവിധ ഉപകാരത്തിനും അത് കൊള്ളണമെങ്കിലും അത് ലാസ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ഈ മാനുവലുമാണ്. മനുഷ്യൻ അങ്ങനെ വല്ല മാനുവലും ഉണ്ടാവും. ഏതായാലും മനുഷ്യന്റെ മുഴുവൻ ഉപകരണങ്ങളെ സംബന്ധിച്ചു ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, ഉറപ്പാണ്. എല്ലാവർക്കും അറിഞ്ഞുകൂടാ. പഠിച്ചവനെ ഈ മുഹമ്മദ് അലി ക്രേ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്റെ കയ്യോലത്തെ ഒരു കയ്യാണുള്ളത്. 2 എല്ലും പിന്നെ ഒരു മുകളിലിങ്ങനെ മാംസം പൊതിഞ്ഞ ഒരു കയ്യും പിന്നെ 5 വിരലും ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളത്. പക്ഷെ ഓൻ ഒരൊറ്റ ഇടി വെച്ച് എന്നാൽ ഇന്റെ നെഞ്ഞ് അപ്പുറത്തൊക്കെ തിരിയും ബേക്കര ഭാഗത്തേക്ക്. അതെന്താ എന്റെ ഇങ്ങനെയില്ലാത്തത്? ഞാൻ ഉപയോഗിച്ച് ഒരുപാട് കാലം ഇത് ഉപയോഗിച്ച് ശീലിക്കണം, എന്നാലേ അതാവുള്ളൂ. ഇനി എന്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വസ്തു ഉണ്ട്. ഇത് പിന്നെ കുറെ കഴിച്ച് അങ്ങനെ ചെയ്തു നോക്കാൻ നിൽക്കാം കുറേശ്ശെങ്കിലും. എന്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപകരണമുണ്ട്. പഠിച്ചവനെ അതുകൊണ്ട് എന്താ എന്തായിക്കോട്ട് ചെയ്യണ്ടേ? അത് നേർക്കേറെ നിൽക്കാൻ എന്താ ഇടങ്ങേറ്? അത് ഞാൻ ആകെ എന്റെ മാനസികമായി ഞാൻ അങ്ങനെ തളർന്നു പോകാറുണ്ട്. നമ്മൾ പറയും മൂഡ് ഓഫ്.
എപ്പോഴാ ഓണായാല് എങ്ങനെ ഓണാക്കുന്നത് അത് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ മൂടോ എന്നാ ഓണാക്കാൻ എന്താ വഴി? അത് മനസ്സ് ഓഫായി പോയി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതൊന്ന് ഓണാക്കണം. അതിനെന്താ വഴി? നമുക്കറിഞ്ഞൂടാ. പിന്നെ നമ്മൾ കൊറേ ഇങ്ങനെ ഇരുന്ന് നോക്കുക, കുറെ തമാശ പറഞ്ഞു നോക്കുക, പിന്നെ കുറെ നീട്ടി അതിനെ ശ്വസിച്ചു നോക്കുക, ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു നോക്കൂ. ഇതെന്താ ചെയ്യേണ്ടത്? ആർക്കറിയാം ഇത്? ഇതാണ് മനുഷ്യന് ഏറ്റവും വലിയ ശക്തി, ഈ മനസ്സാണ്. അതാണ് മനുഷ്യന്റെ ബുദ്ധിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, മനുഷ്യന്റെ സംവേദനങ്ങളും മനുഷ്യന്റെ കഴിവുകളെയും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് ആ മനസ്സ്. അതിനെപ്പറ്റി മനുഷ്യനെ എന്താ അറിയാകോ? ഒരു ചുക്കും അറിഞ്ഞുകൂടാ. ചിലർ ആ മനസ്സിനെങ്ങനെ ബലപ്പെടുത്തിയിട്ട് ശക്തിപ്പെടുത്തിയിട്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ അവിടെ വെച്ചിട്ട് മോനെ നോക്കിക്കോട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് മേശപ്പുറത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ അയിമൽക്ക് നോക്കിയിട്ട് അവിടെ നീക്കിക്കാളും. തൊടണമെന്നില്ല. മനസ്സിന്റെ ശക്തിയാണ്. മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റർ, ഒരു വസ്തു, ഒരു മെറ്റീരിയൽ, ആ വസ്തു ഇങ്ങനെ അവിടെ നീക്കിക്കളിയുന്ന, ചലിപ്പിച്ചു കളയും. അതിനുള്ള കഴിവുണ്ട്. അങ്ങനെ ഏതോ ഒരു ഭാഗത്തെ പറ്റി ഒരു ചെറിയ പിടുത്തം കിട്ടി. അതിന്റെ ആ ഭാഗത്ത് വെച്ച് പ്രവർത്തിച്ചു നോക്കിയതാ. എടാ ഇതിങ്ങനെ തിരിച്ചപ്പോ ഒച്ചപ്പെടുന്നുണ്ട് എന്നൊരു കുട്ടി പണ്ട് റേഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടോലെ, ഓരോന്നും തിരിച്ചു നോക്കും, എടാ അത് ഒച്ചപ്പെടുന്നുണ്ട് എന്ന്. അതുപോലെ ഇതിങ്ങനെ അങ്ങനെ ഒരു ശക്തിയുണ്ട് ഒരു ഭാഗം. ഇനി എത്ര ഡിജിറ്റുകളുടെ പ്രവർത്തിക്കാൻ ആർക്കറിയാം? ലക്ഷക്കണക്കിന്. ആർക്കും അറിയാം? അറിഞ്ഞുകൂടാ. എന്നാ അതെന്താ? അത് എങ്ങനെയാ പ്രവർത്തിപ്പിക്കേണ്ടത്? അതിന് ഒരു മാനുഫാക്ചേഴ്സ് മാനുവൽ വേണം. എന്നാൽ അതിൽ നോക്കിയിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു മാനുവൽ ഉണ്ടോ? മനുഷ്യൻ എന്തിനാണ് ഈ 80,000 cc ബുദ്ധി കൊടുത്തത് എന്ന് പറയാനും അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് പഠിപ്പിക്കാനും വല്ല മാനുവലും ഉണ്ടോ? ഉണ്ട്. നമ്മളെ സൃഷ്ടിച്ച പടച്ചോൻ നമുക്കൊരു ഗൈഡ് ബുക്കും തന്നിട്ടുണ്ട്. മാനുഫാക്ചേഴ്സ് മാനുവൽ എന്ന് പൂർണ്ണമായും ഞാൻ പറയുന്നില്ലെങ്കിലും ഏതാണ്ട് അങ്ങനെയെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു വിവരണമുണ്ട്. അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതിന്റെ ഗൈഡൻസിലൂടെ അവിടെ പ്രവർത്തിച്ചോളൂ. എന്നാലും മനുഷ്യന്റെ ഏത് ഉപകരണവും ഭംഗിയായി പ്രവർത്തിക്കും. മനസ്സാണ് മനുഷ്യന് തീരെ പിടികിട്ടാത്തത്. അത് പ്രവർത്തിപ്പിക്കാനുള്ള മാർഗം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതില് വളരെ ദുർബലം മനുഷ്യനാണ് പറഞ്ഞു. വളരെ വൃത്തികെട്ടവൻ മനുഷ്യനാണ്. ഇത്ര ചീത്തയായി ലോകത്തൊന്നുമില്ല. ഒരു ഭാഗം ഇപ്പൊ കിട്ടണം. ഈ നിമിഷത്തിൽ, അടുത്ത നിമിഷത്തിൽ എന്ത് വലിയതായാലും ഓരോ ഇഷ്ടല്ല. പണ്ടേ ഗമിച്ചിടിന ഗോവു തന്റെ പിന്നാലെ ഗമിക്കും എല്ലാ മനുഷ്യന്മാരും. എന്നിട്ട് പറയും ഞാൻ സ്വതന്ത്രനാണ് എന്ന് ഞെളിഞ്ഞെന്ന് പറയുകയും ചെയ്യും. ഇതൊക്കെ മനുഷ്യന്റെ ദൗർബല്യങ്ങളാണ്. അക്കൂട്ടത്തിൽ തന്നെ പറയും മനുഷ്യൻ ശക്തനാണ്, എന്തിനേക്കാളും മെച്ചപ്പെട്ടവനാണ്, വളരെ ഊക്കുള്ളവനാണ്, ലോകത്തെ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ളവനാണ്, പ്രപഞ്ചത്തിന്റെ അധിപനാണ്, എല്ലാറ്റിനെയും കീഴടക്കി ഭരിച്ചുകൊണ്ട് നടക്കാൻ കെൽപ്പുള്ളവനാണ് ഒക്കെ പറയുകയും ചെയ്യും. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കണം. അപ്പോഴേ ഒരു മനുഷ്യൻ ആരെന്ന് മനസ്സിലാകും. മനുഷ്യന്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ മനസ്സ്. അത് പൂർണ്ണമായും മനസ്സിലാക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ കഴിയണമെങ്കിൽ ഇങ്ങനെ മനുഷ്യൻ പഠിക്കണം. നേരെ മറിച്ച് നമ്മൾ പഠിക്കൽ എങ്ങനെ? ഓനൊരു മഹാവൃത്തികെട്ട ഒരു കാര്യം ഒരാൾ ചെയ്താൽ പറയും അയ്യേ മൃഗീയതാണ് അല്ലെ. ഒരു ചെറിയ കുട്ടീന്റെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു. അതൊരു LP സ്കൂളിലോ നഴ്സറി സ്കൂളിലോ പോകുമ്പോ കുട്ടീനെ ഒറ്റക്കൊരിടത്ത് കണ്ടപ്പോ കഴുത്തുള്ളത് പിടിച്ചു കറച്ചു. അപ്പൊ കുട്ടി അറിഞ്ഞ് ഞാനറിയും നിങ്ങളെ ബാബുക്കാക്കല്ലേ, ഞാനറിയും നിങ്ങളെ. കുട്ടി പറയേണ്ടത് ആവശ്യമുണ്ടാവും. ഒരൊറ്റ ഞെക്കു ചുട്ടു കഴുത്തിന് പിടിച്ചു ഞെക്കി അട്ടേക്കും. എന്തിനാണ് കൊല്ലാൻ വിചാരിച്ചല്ല. പിന്നെ കുട്ടി ഞാൻ നിങ്ങളെ അറിയുമെന്ന് പറഞ്ഞപ്പാണ് കൊന്നത്. ആട്ടെ കൊല്ലേണ്ടി വന്നു. അങ്ങനെ കൊന്നാവും തട്ടിയെടുത്തോൻ പോയി. എന്തിനായി? ചിലപ്പോ ഒരു ലേശം കഞ്ചാവ് അടിക്കാൻ നേരം വൈകിണ്ടാവും. അതിനാണ് അവനെ പണി ചെയ്ത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇങ്ങനെ ഒരു ഏർപ്പാട് ഇനി ഭക്ഷണത്തിനാണെങ്കിലും ഇത് വിശന്നിട്ടാണ് എങ്കിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് ഒരാൾ ചെയ്താൽ നമ്മളെന്താ പറയാ? അത് മൃഗീയതാണ്. ആട്ടെ ലോകരെ ഏതൊരു മൃഗമാ ഇങ്ങനെ ഒരു പണി ചെയ്ത്? അല്ലെ ഏതൊരു മൃഗമാ അങ്ങനെ ഒരു പണി ചെയ്യാം? ഇല്ല. ലോകത്ത് യാതൊരു മൃഗവും ഇങ്ങനെ ഒരു പണി ചെയ്യൂല. ഒരൊറ്റ മൃഗവും ചെയ്യൂല. ചെയ്യുന്ന ഏക മൃഗമുണ്ട്, അത് മനുഷ്യൻ മാത്രം, വേറെ ആരും. എന്നിട്ട് നമ്മൾ ഇതിന് പേര് പറയുന്നു
മൃഗീയതാണ്. എന്താ നമ്മൾ വല്ല തടിയൂരാൻ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാതെ അല്ലെ. എന്നാൽ ഇതിനു പേരാണ് മനുഷ്യത്വം. ഒരു ഇണ ചത്തിട്ട് പിന്നെയും 4 പേർ ലൈംഗികവൃത്തിക്ക് ഉപയോഗപ്പെടുത്തിയത് ജന്തുവിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ വ്യക്തിയും കേട്ടിട്ടുണ്ടാവില്ല ഇന്നേ വരെ, ലോകമുണ്ടായിടം മുതൽ. എന്നാൽ അതിന് അങ്ങനെ ചെയ്യുന്ന ഒരൊറ്റ ജന്തുവിനെ നിങ്ങൾക്കറിയാം. ഇണ ചത്തതിന് ശേഷവും ലൈംഗികവൃത്തിക്ക് ഉപയോഗിക്കുന്ന ഒരൊറ്റ ജന്തു മാത്രമുണ്ട്. എന്നിട്ട് നമ്മൾ പേര് പറയുന്നു അതിന് മൃഗീയതാണ്. വാസ്തവത്തിൽ ഇതിന് പേരെന്താ പറയേണ്ടത്? ഇത് മനുഷ്യത്വം. ഇത് മനുഷ്യന് മാത്രം കഴിയുന്ന, വേറൊരു ജന്തുവിനും കഴിയൂല. ഇത് രണ്ടും കൂടി സമന്വയിപ്പിക്കുക. ഇതും മനുഷ്യത്വമാണ്, അതും മനുഷ്യത്വമാണ്. ഏത് വളരെ മെച്ചപ്പെട്ടത്? ഗാന്ധിജി, നെഹ്റു, അബ്രഹാം ലിങ്കൻ, അങ്ങനെ പോലുള്ള കുറെ മനുഷ്യന്മാരില്ലേ. അക്കൂട്ടത്തിൽ മുഹമ്മദ് നബി, ഈസാ നബി, ഇബ്രാഹിം നബി, അതൊക്കെ കൂട്ടിച്ചേർത്തോളൂ. ഇക്കണ്ട മഹാന്മാർ അവരും മനുഷ്യരാ. അപ്പൊ മനുഷ്യന് 2 മാതൃക കൊടുക്കണം. ആ മാതൃകയും ഈ മാതൃകയും, ഇത് രണ്ടും മനുഷ്യനാണ്. അങ്ങനെ ആ മനുഷ്യനെ പഠിപ്പിക്കുന്നു. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഒന്നുമില്ല, മനുഷ്യന് ഒരൊറ്റ ബുദ്ധി മാത്രം ഒരുപാട് ഇരട്ടി ബാക്കിയുള്ള ശരീരത്തിന് ഏതിനോടും യോജിക്കുന്നതല്ല. അതല്ലാത്ത രൂപത്തിൽ ബുദ്ധി മാത്രം 1000കണക്കിന് ഇരട്ടി ശക്തി കൊടുത്തിരിക്കുന്നു. അതെന്തിനാ? അതാദ്യമായി അവൻ അന്വേഷിക്കാൻ, ഇതാരെ തന്നത്, ഇതാരെ തന്നതെന്ന് അന്വേഷിക്കാൻ. അവിടെ അന്വേഷിച്ചോളൂ. എന്നാ മനുഷ്യന് പിടികിട്ടിയ ഈ ശരീരത്തിനൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ കാണില്ല, തൊട്ടാ തടയില്ല, പഞ്ചേന്ദ്രിയങ്ങൾക്ക് വഴങ്ങില്ല. വേണമെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ബുദ്ധിക്കും പെട്ടെന്ന് അങ്ങ് വഴങ്ങുന്നതല്ല. എന്നാൽ അതിന് മൂർച്ച കൊടുത്ത് ഉപയോഗപ്പെടുത്തണം. എന്നാൽ മാത്രം ഈ അതിവികസിത ബുദ്ധി കൊണ്ട് നിനക്ക് കണ്ടെത്താൻ കഴിയുന്ന എന്റെ പടച്ചോനെ, അഥവാ സൃഷ്ടാവിനെ. പടച്ചോൻ എന്ന് പറഞ്ഞാൽ ഇസ്തിരി ഇടാത്ത ഭാഷയാണ്. അതിന് ഈ ഇസ്തിരിയിട്ട ഭാഷയെ പറയാ സൃഷ്ടാവ്. പടച്ചു എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. അതാണ് ഈ സൃഷ്ടാവിനെ കണ്ടെത്തുക. ഇതാണ് ഖുർആന്റെ തുടക്കം. സൃഷ്ടാവും രക്ഷകനുമായവനെ കണ്ടെത്താനായിരിക്കട്ടെ നിന്റെ പഠനവും ഗവേഷണവുമെല്ലാം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആന്റെ തുടക്കം അതാണ്. തുടക്കം. ശരി, ഖുർആൻ തുടങ്ങിയത് അവിടെയാണെങ്കിലും മുസ്ലിങ്ങളായ നമ്മളെവിടെ തുടങ്ങി? ബാപ്പ പറഞ്ഞു തന്നു, വല്യാപ്പ പറഞ്ഞു തന്നു, സമൂഹത്തിലുള്ള ആൾക്കാർ പറഞ്ഞു തന്നു, പടച്ചോൻ. അങ്ങനെ കുട്ടികളിങ്ങനെ കൊത്തായി എന്ന് പറയുമ്പോ പേടിയായ മാതിരി. ആരും കണ്ടില്ലല്ലോ വസ്തുവിനെ. ഇവിടെ എന്താ പേര് പറയല്? വലിയൊരു കുട്ടികളെ കരയുമ്പോ പറഞ്ഞ് പേടിപ്പിക്കുന്ന എന്തോ ഒരു വസ്തുവിന് ഞങ്ങളെ ഏരിയയിലൊക്കെ പറയില്ല, കൊത്തായി. ഈ ശബ്ദത്തിൽ നിന്നാണ് എന്തോ ഒരു ഭീകര വസ്തുവാണെന്ന് അത് മനസ്സിലാകുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അതുപോലെ നമ്മളോട് പറഞ്ഞു പടച്ച തമ്പുരാൻ എന്നിങ്ങനെ പറഞ്ഞപ്പോ അതിന്റെ ആ വലിപ്പത്തിൽ മാത്രമാണ് ഇപ്പൊ നമ്മളിത് ഉൾക്കൊണ്ട്, കോത്തായിയെ ഉൾക്കൊണ്ട പോലെ. അതിനപ്പുറത്തേക്ക് നമ്മൾ പടച്ചവനെ ഉൾക്കൊണ്ടിട്ടേ അല്ല. പടച്ചവനെ ഉൾക്കൊള്ളണമെങ്കിൽ അതിന് ഏക മാർഗം ഈ പറഞ്ഞ ഈ വലിയ ബുദ്ധി കൊണ്ട് പ്രപഞ്ചമാകുന്ന വലിയ പുസ്തകം നിവർത്തി വെച്ച് അങ്ങ് വായിക്കാം. ആദ്യത്തെ വായന ഇത് തന്നെ ആകട്ടെ. മനുഷ്യന് ശാരീരികമായി ഇത്രയൊക്കെ ദുർബലൻ. ഇതിനെന്തിനാ 10,000 ഇരട്ടി ശക്തിയുള്ള ബുദ്ധി എന്തിനിതിന് ഫിറ്റ് ചെയ്തു? അതോ പ്രപഞ്ചത്തെപ്പറ്റി മുഴുവനും പഠിക്കാൻ. ഒരു പട്ടിക്ക് കുറുക്കന്റെ ജീവിതം അറിഞ്ഞുകൂടാ, കുറുക്കന് കഴുതയുടെ ജീവിതം അറിഞ്ഞുകൂടാ, കഴുതക്ക് കോഴിയുടെ ജീവിതം അറിഞ്ഞുകൂടാ. അങ്ങനെ ഒന്നിനും വേറൊന്നിന്റെ ജീവചക്രത്തെ പറ്റി ഒന്നും അറിയില്ല. ജന്തുവിന് അതിന്റെ ജീവചക്രം മാത്രം അറിയാം ഭംഗിയായി. മനുഷ്യനോ? മനുഷ്യന് എല്ലാറ്റിനെ പറ്റിയും അറിയാം. പോരാ, ആശയങ്ങളെ പറ്റിയും അറിയാം. അങ്ങനെ പഠിച്ചു മനുഷ്യന്റെ ബുദ്ധിയുടെ വികാസമാണ്. അങ്ങനെ എല്ലാറ്റിനെ പറ്റിയും, അങ്ങനെ ഈ ഭൂമുഖത്തുള്ള എന്തിനെ പറ്റിയും അവൻ പഠിക്കട്ടെ. എല്ലാറ്റിനെ, പുൽത്തുറുമ്പ് മുതൽ മഹാമേരുക്കൾ വരെയും, ഇനി തവളക്കുഞ്ഞ് മുതൽ വലിയ നീലത്തിമിംഗലം വരെയും, പറവകൾ മുതൽ ഇങ്ങ്
പിന്നെ ഈ തെങ്ങുമെന്ന് ആ തെങ്ങുമേലേക്ക് പറക്കുന്ന പറയോന്ത് വരെയും ഉള്ള എല്ലാറ്റിനെ പറ്റി പഠിക്കട്ടെ. ഒരു ഇല, അതിന്റെ അറേഞ്ച്മെന്റ്, ഒരു കൊമ്പ്, ഒരു പൂവ്, ഒരു മരം, ഒരു ചെടി, ഇങ്ങനെ എല്ലാറ്റിനെ പറ്റിയും പഠിക്കട്ടെ. പഠിച്ചാൽ അവൻ എത്തിച്ചേരുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇതിനൊരു പ്ലാനിങ് ഉണ്ടല്ലോ, ഇതിനൊരു പ്ലാൻ ഉണ്ട്, കണ്ടിട്ട് എന്നെ തോന്നുന്നുണ്ട്. ഇല എങ്ങനെ ഒരു കൊമ്പത്ത് 2 ഇല, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, അതിന്റെ രണ്ടും ഇങ്ങനെ കാഞ്ഞ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ട്, അടുത്ത 2 ഇല ഉണ്ടായതോ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെയാ, പിന്നെ തമിഴ്നാട്ടോ ഇങ്ങനെ തന്നെ. ഇതെന്താ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഓരോ ഇലയാണെങ്കിൽ ഒരില ഇവിടുന്ന് ഇങ്ങോട്ട്, മറ്റേ ഇല ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഇല ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഇല ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഇല ഇവിടുന്ന് അങ്ങോട്ട്. എല്ലാറ്റിനും വെളിച്ചം കിട്ടണം, സൂര്യന്റെ വെളിച്ചം കിട്ടണം. അതിന് പറ്റിയ രൂപത്തിൽ അതിന്റെ അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അങ്ങനെ? ഒരു ഇല എവിടെയോ ഉണ്ടായിപ്പോയപ്പോ പിന്നെ സൂര്യ വെളിച്ചം തേടി അങ്ങോട്ട് വളഞ്ഞതാ. നിങ്ങൾ ഒരു ഇല വറക്കി, ഒരു കൊമ്പ് വറക്കി, എന്നിട്ട് ഒരിടത്ത് 2 ഇലകൾ ഉണ്ടായിട്ട് ഒന്നിങ്ങനെ വളഞ്ഞ് അങ്ങേ ഭാഗത്തേക്ക് നിന്നതാണോ എന്ന് നോക്കി. അല്ല, സിംഗിൾ അറേഞ്ച്മെന്റ്, ഡബിൾ അറേഞ്ച്മെന്റ്, ഗ്രൂപ്പ് അറേഞ്ച്മെന്റ് എന്നൊക്കെ പലതും കാണാം. കമ്പിപ്പാല ഉള്ള ഗ്രൂപ്പ് അറേഞ്ച്മെന്റാ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ചുറ്റും ഒരുപാട് 10, 5, 8 ഒക്കെ ഇലകൾ ഒന്നായി പൊട്ടി, അത് വട്ടത്തിൽ എല്ലാ ഭാഗത്തേക്കും. അല്ലെ, അല്ലാതെ ഒരിടത്ത് എല്ലാം ഇല വെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളഞ്ഞതാ അല്ല. അപ്പൊ അതിന്റെ പിന്നിലൊരു പ്ലാനുണ്ട്. അവ വെയില് തേടി വളഞ്ഞതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഉണ്ടായത് തന്നെ പല ഭാഗത്തേക്കാണ്. ശരി, അതിന്റെ പിന്നിൽ എവിടെയോ ഒരു പ്ലാൻ ഇല്ലേ? ചെറിയതാണെങ്കിലും അതിന്റെ പിന്നിലും ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ എല്ലാറ്റിനും ഉണ്ട് പ്ലാന്. ആ പ്ലാനുകളിൽ നിന്ന് ഇങ്ങനെ മെല്ലെ 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 പുരോഗമിച്ചോളൂ. ഇങ്ങനെ പുരോഗമിച്ച് ഇങ്ങനെ മേലോട്ട് മേലോട്ട് നീക്കോളി. അങ്ങനെ പുരോഗമിച്ചാൽ ഒരു കാടിന് തീ പിടിച്ചു. കന്യാവനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ന് വരെ നശിച്ചു പോയിട്ടില്ലാത്ത, കാലാകാലം മരങ്ങൾ ഉണ്ടായിടം മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന കാട്, അത് ഇവിടെ കേരളത്തിലുള്ള സൈലന്റ് വാലി മാത്രം, വേറെ എവിടെയില്ല. മനുഷ്യർ ഇതുവരെ കടന്നു കയറി നശിപ്പിക്കാത്ത, എന്നും ഇന്നേ വരെ കാടായി നിന്ന് ഈ ജാതി മഴക്കാടുകളെന്നോ അല്ലെങ്കിൽ കന്യാവനങ്ങളെന്നോ ഒക്കെ അറിയപ്പെടുന്നത്. ഈ ജാതി കാട്ടിന് തീ പിടിച്ചു. ഇതൊരു അപൂർവ വസ്തുവാണ്, വളരെ കുറച്ചേ ഇത് ലോകത്തുള്ളൂ. ഈ കാട്ടിന് തീ പിടിച്ചു നിൽക്കുക, തീ പിടിച്ചാൽ നശിച്ചൂലെ? ചോനെ, നമ്മളെ കന്യാവനങ്ങൾ സൈലന്റ് വാലിക്കെങ്ങാനും തീ പിടിച്ച് അത് നശിച്ചു പോയാൽ പിന്നെ എങ്ങനെയാ നമ്മൾ കാടുണ്ടാകുക? കന്യാവനങ്ങൾ ഇന്നുണ്ടാകുമോ? അതും തീക്കെട്ടാളുക. എങ്ങനെയാ തീക്കെടുക്കണ്? എന്തെങ്കിലുമൊക്കെ ആക്കി തീക്കെടുക്കുക. ഫാൻറ്റം വിമാനങ്ങള് വെള്ളം നിറച്ച് കൊണ്ടുപോയിട്ട് സ്പ്രേ ചെയ്ത് കെടുക്കാം. അല്ല, തീയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ മറ്റു പല രാസവസ്തുക്കളുണ്ട്. ഒരു ബോംബ് അവിടെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് വിട്ടാൽ മതി, തീ അങ്ങനെ തന്നെ നശിച്ചു പോയിക്കോളൂ. അങ്ങനെ ഏർപ്പാടുണ്ടാ? അങ്ങനെ എന്തോ ചെയ്താളല്ലേ? ചെയ്താൽ പിന്നെന്തുണ്ടാവും? അതിനെപ്പറ്റി കാനഡയിൽ വിശദമായ ഒരു പഠനം നടത്തി, ഏറെ കാലം നീണ്ടു നിന്ന ഒരു പഠനം. എന്നിട്ട് അവരെത്തി അങ്ങനെയാണെന്നറിയും. ഒരു കാട് തീ പിടിച്ചാൽ കുറെ കഴിഞ്ഞാൽ തനിയെ കെട്ടോളൂ. കുറേ തീ പിടിക്കുമ്പോ ഒരു പരിധി ആകുമ്പോ തനിയെ കെട്ടോളും. മഴ പെയ്യും, വേണം കെട്ടോളും. അങ്ങനെ കെടുക. അങ്ങനെ കെടുവിലെങ്കിൽ എങ്ങനെ കാട് വരെ നിലനിന്ന്? അല്ല, അത് ചിന്തിക്കണമല്ലോ. കാട് മനുഷ്യനുണ്ടായതിനു ശേഷം ഉണ്ടായതല്ലല്ലോ കാട്. കാടും കാട്ടുതീയും മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടല്ലോ. കാട്ടിലൊക്കെ തീയില്ല ഇന്ന് പണ്ട്. അന്ന് ആരെയും കെട്ടിയിരുന്നത് മനുഷ്യനുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കാട് തീപിടിച്ചു, കുറേ തീപിടിച്ചു, പിന്നീട് കെട്ടു, അല്ലേ? അങ്ങനല്ലേ കാട് നിലയുണ്ട്. ഇല്ലെങ്കിൽ അന്നും കാടുണ്ട്, കാട്ടുതീയുണ്ട്, മനുഷ്യനില്ല, അതാരും കെടുത്താനുമില്ല. അപ്പൊ കാട് നിലനിന്നു എന്ന് പറഞ്ഞ അർത്ഥം തീ പിടിച്ചാൽ തനിയെ കെട്ടോളുന്നല്ലേ. ശരി, അങ്ങനെ അല്ലാതെ അങ്ങനെ തീ പിടിച്ചിട്ട് അങ്ങനെ തനിയെ കെട്ടാൽ പിന്നെ ഏറി വന്നാൽ 100-150 കൊല്ലം കൊണ്ട് പഴയ കാടിന്റെ അതേ രൂപത്തിലേക്ക് എത്തും. കെമിക്കൽ ഉപയോഗിച്ചാണ് തീക്കെടുത്തതെങ്കിലോ 300 മുതൽ 400 വരെ കൊല്ലക്കാലമെടുക്കും പഴയ അവസ്ഥ തിരിച്ചു വരാൻ. വെള്ളം ഉപയോഗിച്ചാണ് കെടുത്തതെങ്കിലോ 200 മുതൽ 250 കൊല്ലം വരെ എടുക്കും പഴയ അവസ്ഥ തിരിച്ചു വരാൻ. എന്നാ കാട് വെറുതെ കത്തിയിട്ട് പ്രകൃതിയിൽ എടുക്കട്ടതാണെങ്കിലോ 100 കൊല്ലം 150, ഇതിന്റെ ഇടയിൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു ഒരു കാട്.
അടുത്ത ചോദ്യം, പ്രകൃതിയിലുള്ള ചികിത്സയാണോ കുറ്റമറ്റത്, അതോ നമ്മൾ ചെയ്യുന്ന ചികിത്സയാണോ കുറ്റമറ്റത്? കാട് തീ പിടിച്ചതായിക്കോട്ടെ, പ്രകൃതിയിലെ സംവിധാനമാണ് കുറ്റമറ്റത് അല്ലേ? അങ്ങനെ പ്രകൃതിയിൽ എല്ലാ സംവിധാനവും വെറുതെ അല്ല. ഈ പുല്ലും വൈക്കോലായിട്ട് ഒരു ചികിത്സ നമ്മൾ ഏർപ്പെടുത്തി അങ്ങനൊന്നല്ലേ നേച്ചുറോപ്പതി പറഞ്ഞിട്ട് പ്രകൃതി ചികിത്സ, കുറെ പുല്ലും കുറെ വൈക്കോലും കുറെ മണ്ണും ഉപയോഗിച്ച് ചികിത്സിക്കുന്നത്. അതാണ് അത് പ്രകൃതിയിലേക്ക്. പ്രകൃതിയാണ് കുറ്റമറ്റത്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയിലെ സംവിധാനം കുറ്റമറ്റതാണ് എന്ന് പറയുന്നത്. ശരി, അതിനോട് കൂട്ടി ചിന്തിക്കാൻ ഏതാണ്ട് ചില കാര്യങ്ങൾ പറയും. ഒരു കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കുന്ന അമ്മ ആ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ അമ്മിഞ്ഞ കൊടുക്കുമ്പോ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നെറ്റിയിൽ നിന്ന് ഒരു ചെറിയ പ്രവർത്തനം, നെറ്റിയിലെ കുറെ സെല്ലുകൾക്കൊരു സ്റ്റിമുലേഷൻ, ആ സ്റ്റിമുലേഷൻ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഹോർമോണാണ് ഈ മുലപ്പാൽ ഗ്രന്ഥികളിൽ ഊറിക്കിടക്കുന്ന പാല് കെട്ടി ചൊരത്താൻ, നിപ്പിളിലൂടെ കൊണ്ട് ചൊരത്താൻ പ്രേരിപ്പിക്കുന്ന ആ ഹാർമോണാണ്. അപ്പൊ കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരുന്നാൽ മുലപ്പാല് ചൊരത്തും. കുഞ്ഞിന് മുല കൊടുക്കുന്നില്ലെങ്കിലോ മുലപ്പാല് ചൊരത്തിയില്ല. ശരി, അപ്പൊ എങ്ങനെയാണ്? മുല കൊടുക്കുന്തോറും മുലപ്പാൽ ചുരത്തുന്നു, മുലപ്പാൽ ചുരത്തി കൊടുക്കുന്തോറും കുഞ്ഞ് മുല കുടിക്കുന്നു, കുഞ്ഞ് മുല കുടിക്കുന്തോറും മുലപ്പാൽ കൊണ്ട് ചേർത്തുന്നു. കേസി പറയാറുണ്ട്, ചെറിയ പൈക്കുട്ടിയുടെ കഴുത്തല് മണി കെട്ടിയ മാതിരിയെന്ന്. ആദ്യം മണി കെട്ടിയാൽ ഇതൊന്ന് ഇളകും, അപ്പൊ മണി ഒന്ന് കിലുങ്ങും, അപ്പൊ പേടിച്ചിട്ട് ഒന്നുകൂടി ഇളകും, അപ്പൊ വീണ്ടും കിലുങ്ങും, പിന്നെ ഇളകുന്തോറും ചാടുന്തോറും ഇളകാണ് പിന്നത്തെ അവസ്ഥ. ഇതുപോലെ ഇരിക്കും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ. അതാ ഒന്ന്. അടുത്തത് ശ്രദ്ധിച്ചോളൂ. ഇവിടുന്ന് ഒരു വെയിലിറക്കാം, ദിക്കാണെന്ന ഈ കരയിലും കടലിലുമുള്ള വെള്ളത്തിൽ നിന്നൊക്കെ നീരാവി പൊങ്ങുക, എന്നിട്ട് ഇങ്ങനെ മേലോട്ട് ഉയർന്നു പോവുക, എന്നിട്ട് മേഘമാകുക, എന്നിട്ട് വയ്യോളിയിൽക്കും പിന്നെ ഇരിങ്ങത്തേക്കും പിന്നെ മൈസൂരിലും വയനാട്ടിലും അവിടെ ഇവിടെയൊക്കെ ചെല്ലുക, എന്നിട്ട് അവിടെ മഴ പെയ്യുക, അവിടെ ആവശ്യമുള്ളത് അവിടെ മണ്ണിലാട് കുടിച്ചെടുക്കുക, ബാക്കിയുള്ളത് ഉറവിടങ്ങളിലേക്ക് കുറച്ചെത്തുക, അതിന്റെ ബാക്കി ഇങ്ങനെ ഒഴുകിപ്പോവുക, വീണ്ടും നിരാവിയാകുക, പൊങ്ങുക, വീണ്ടും മേഘമായി വരിക, ഇവിടെ മഴ പെയ്യുക, ഇവിടെ ആവശ്യമുള്ളത് എടുക്കുക, വീണ്ടും അങ്ങോട്ട് തന്നെ പോവുക, അതിന്റെ ബാക്കി അങ്ങനെ ഒരു സർക്കുലർ റൂട്ടിലോടുന്നു മഴ. അടുത്ത ശ്രദ്ധിച്ചോളൂ. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോ എന്തിനാ കുറച്ച് ഏറെ കഴിക്കണം? ഈ കഴിക്കണമൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ടോ? ശരീരം ഏറ്റെടുക്കുന്നുണ്ടോ? ഇല്ല. ശരീരം ഏറ്റെടുക്കണത് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോ എത്ര ഉണ്ടാവും? ഒരു ലേശം അല്ലെ? ഏറി വന്നാൽ ഒരു 200 ഗ്രാമും ഉണ്ടാവില്ല, അതിനേക്കാൾ കുറച്ച്. ആട്ടെ, ഇക്കണ്ട വസ്തുക്കൾ ഭക്ഷണം കഴിക്കുമ്പോ എന്തിനാ കുറച്ച് ഏറെ കഴിക്കണം? ഈ കഴിക്കണമൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ടോ? ശരീരം ഏറ്റെടുക്കുന്നുണ്ടോ? ഇല്ല. ശരീരം ഏറ്റെടുക്കണത് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോ എത്ര ഉണ്ടാവും? ഒരു ലേശം അല്ലെ? ഏറി വന്നാൽ ഒരു 200 ഗ്രാമും ഉണ്ടാവില്ല, അതിനേക്കാൾ കുറച്ച്. ആട്ടെ, ഇക്കണ്ട വസ്തുക്കൾ എന്താണോ ശരീരം അബ്സോർബ് ചെയ്യുന്നത് അത് വേറെ ഉണ്ടാക്കാൻ കഴിയൂലേ നമുക്ക്? എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻസ്, ഈ വസ്തുക്കളൊക്കെ ഓരോന്നും വേറെ ഉണ്ടാക്കാൻ കഴിയൂലേ? കഴിയും. ഷുഗർ മറ്റു മറിച്ചൊക്കെ. എന്നാ അത് മാത്രം അബ്സോർബ് ചെയ്യാൻ മാത്രമുള്ള ഗുളിക രൂപത്തിൽ ഓരോന്നും എന്തൊക്കെ വേണമോ ശരീരത്തിന് ഒക്കെ അടുക്കും ശരീരത്തിൽ. അതുകൊണ്ട് മനുഷ്യൻ ജീവിക്കോ? മനുഷ്യൻ എന്താണോ ശരീരത്തിലേക്ക് ഒരു നേരെ ആവശ്യമുള്ളത് അതൊക്കെ ഒരു ടാബ്ലറ്റ് രൂപത്തിലാണ് കൊടുത്തു. അത് മാത്രം അബ്സോർബ് ചെയ്യാനേ ഉള്ളൂ. ഇനി പുറത്തേക്കൊന്നും ഉച്ചിഷ്ടം പുറത്തുള്ളതല്ല. അങ്ങനെ കൊടുത്താൽ ഒരു മനുഷ്യൻ ജീവിക്കോ? മറ്റു ശരീരത്തിന് അബ്സോർബ് ചെയ്യേണ്ടത് മാത്രം കൊടുത്താൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയൂല. ഈ പുറത്തേക്ക് തള്ളണത് അക്കാണ്ട് ഏതെങ്കിലും ഒരു ചെടീന്റെ വരട്ടക്കാട്ട് ചെല്ലും, അതിന് അതൊരു വളാവും, ചെടി അത് വലിച്ചെടുത്തോളൂ, അതൊരു കായ് ഉണ്ടാവും, എനിക്ക് പിന്നെയും തിന്നാം. വീണ്ടും അതുപോലെ കുറച്ചും കൊണ്ട് എടുക്കും, ബാക്കി വീണ്ടും പുറത്തേക്ക് തള്ളും, വീണ്ടും അത് ചെടി വലിച്ചെടുക്കും, വീണ്ടും കായ് ഉണ്ടാവും, എനിക്ക് തിന്ന. അവസാനം ഞാൻ ചത്താൽ ഇവിടെ കുഴിച്ചിടുക, അതും ആ ചെടി വലിച്ചെടുത്തോളൂ, അതിന് കായ് ഉണ്ടാവും, എന്റെ മോന് തിന്ന, വീണ്ടും ആ പണി. ഇതാണ് സർക്കുലർ റൂട്ടിലോടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭക്ഷണം തീരൂല, പേടിക്കണ്ട. ഭക്ഷണം തീരുമെന്ന് പേടിക്കേണ്ടതില്ല. അങ്ങനെ
ഈ ലോകത്തിന്റെ സംവിധാനം ഏത് പരിശോധിച്ചു നോക്കിയാലും ഇങ്ങനെ കാണാം. വായു, കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് തള്ളുക, ഓക്സിജൻ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടും, ഓക്സിജൻ കുറയും. അല്ലെ? ആ പണിന്റെ നേരെ എതിര് പണിയാണ് കണ്ട ഇലകളൊക്കെ ചെയ്യുന്നത്. കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുക, എന്നിട്ട് ഭക്ഷണമാക്കി മാറ്റുക, ഓക്സിജൻ ഇങ്ങോട്ട് വിടുക. അപ്പൊ ഓക്സിജൻ ഇങ്ങോട്ട് കിട്ടി, കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ട് പോയി. നമ്മൾ മറ്റേ നേരെ എതിർ പണി എടുക്കുക, ഓക്സിജൻ ഇങ്ങോട്ട് വലിച്ചെടുക്കുക, കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ട് ഇടുക. ആ കാർബൺ ഡയോക്സൈഡ് അവര് വലിച്ചെടുക്കുക, ഓക്സിജൻ ഇങ്ങോട്ട് തരിക. ഇങ്ങനെ സംവിധാനം അല്ല എങ്കിൽ ഇത് നടക്കോ? നടക്കൂല. ശരി, അതും ഒരു സർക്കുലർ റൂട്ടാണ്. ഇങ്ങനെ ഏതെടുത്ത് പരിശോധിച്ച് നോക്കുവോ ഒക്കെ ഇങ്ങനെ സർക്കിളിലായി തന്നെ, വൃത്താകൃതിയിലായി തന്നെ ഈ ചെയിനുകൾ, പരിവർത്തനത്തിന്റെ ചെയിനുകൾ പോകുന്നത് കാണാം. ഇനി ഒരു മനുഷ്യന്, ഒരു കുട്ടി, പല്ലില്ല, നിൽക്കാൻ കഴിയൂല, ബാലൻസ് ചെയ്യാൻ കഴിയൂല, കയ്യിലെന്തോന്ന് കിട്ടിയാ വായിൽക്ക് എത്തൂല, ഇങ്ങനെ ഇപ്പുറത്തേക്കൊക്കെ എത്തുക. അല്ലെ? അങ്ങനെ ആ രൂപത്തിലാണ് ആദ്യം. പിന്നെ ഇങ്ങനെ വളർന്നു, ബാലൻസ് ചെയ്തു, രണ്ട് കാലിൽ, ഒറ്റക്കാലിൽ ഓടി ചാടി, കയ്യിൽ കിട്ടിയത് വായിലെത്തി, പല്ല് വന്നു, ചവച്ചു, സംസാരിച്ചു, കഴിവുകൾ വളർന്നു, വികസിച്ചു, ഒരുപാട് വളർന്നു. 40 വയസ്സ്, 45 വയസ്സ് ആയി, എല്ലാം തികഞ്ഞവൻ. പിന്നെ മൊറട്ടോറിയം ഒരു 60 വയസ്സ് വരെ. പിന്നെ കൗണ്ട് ഡൗൺ 9, 8, 7, 6, അങ്ങനെ 3, 2, 1 ദാ എടുക്കണ്. അങ്ങനെ പുറകോട്ട്. ആ അവസ്ഥയിൽ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാം ദഹിക്കൂല. ആദ്യം ഇത്തിരി മതി, കുറച്ച് മതി. പിന്നെ കടിക്കാൻ പല്ലില്ല, നോക്കിയായിട്ട് കാണുന്നില്ല, കാലിന്റെ മുട്ടുമേല് ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം അവിടെ കിടന്നു. എന്നിട്ട് കയ്യിൽ എന്തോ കൊടുത്താൽ വിറച്ചിട്ട് ആർക്ക് എത്തുന്നില്ല, വായിക്ക് ഇങ്ങനെ പുറത്തേക്കാ പോണ്. എല്ലാം പഴയ ഒരു ശിശുവിന്റെ അവസ്ഥയിലേക്ക് എത്തി. എന്നെ ഖുർആൻ പറഞ്ഞ അങ്ങനെ തന്നെ, ഒരു ശിശുവിന്റെ അവസ്ഥയിൽ കാട്ടി തിരിച്ചെത്തിയെന്ന്. എന്നിട്ട് നിർമിനാട് പോയി മണ്ണിലേക്ക്. അതോടുകൂടി പരിവർത്തനം കഴിഞ്ഞോ? കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ തെറ്റാ. ഒരു സോഡാ കുപ്പി പൊട്ടിച്ചു, അതിനൊരു 100 കുമിളകൾ വന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ഇനി ഒരൊറ്റ കുമിളയില്ലാന്ന്. അല്ലെങ്കിൽ 100ാമത്തെ കുമിള പറഞ്ഞു ഇനി ഒരൊറ്റ ഇവിടെ വരാനില്ലാന്ന്. അത് വിട്ടിട്ടാ. ഇനിയുണ്ട് കുമിളകൾ എത്രയോ വരാൻ. അതുപോലെ നമ്മളെ ഈ ഇത് മണ്ണിനേക്കാൾ പോയാൽ അതോടുകൂടി കഴിഞ്ഞോ പരിവർത്തനം? അത് പറയാൻ പാടില്ല. ദ ചേഞ്ച് വിൽ നോട്ട് ചേഞ്ച് എന്നുണ്ട് ഒരു ശാസ്ത്ര തത്വം. പരിവർത്തനത്തിനു മാത്രമേ പരിവർത്തനമില്ലാതുള്ളൂ എന്ന് പറഞ്ഞാൽ പരിവർത്തനം അനുസ്യൂതമാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആട്ടെ, അപ്പൊ പരിവർത്തനത്തിന്റെ ഒന്നാമത്തെ സർക്കുലർ റൂട്ട് ഒരു ശിശുവിൽ നിന്നും വന്നു, എന്നിട്ട് വലിയ ആളായി അവസാനം ഒരു ശിശുവിന്റെ രൂപത്തിലായി തിരിച്ചു പോകുന്നു. അല്ലേ? അങ്ങനെ. ശരി, അത് ഒരു സർക്കിൾ പൂർത്തിയായി. ഇനിയുണ്ട് സർക്കിളുകൾ കുറെ. ആ വാക്യങ്ങൾ മനസ്സിലായിക്കോളൂ. ഇങ്ങനെ ഇക്കാണുന്ന പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും കൃത്യമായ ഒരു റൂട്ടുണ്ട്, കൃത്യമായ ഒരു സംവിധാനമുണ്ട്, കൃത്യമായ ഒരു പ്ലാനുണ്ട്. ഇതൊന്നും നമ്മൾ ആരുണ്ടാക്കിയതല്ല. അല്ല, നിങ്ങൾക്കും എനിക്കും അറിയാലോ. ഇതൊന്നും നമ്മൾ ആരുണ്ടാക്കിയല്ല. നമ്മളിവിടെ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ജീവജാലങ്ങളുണ്ട്, മറ്റു മൃഗങ്ങളുണ്ട്. അവർക്കും ഇതൊക്കെ ആവശ്യം. അന്നുണ്ട് ഇതിങ്ങനെ. ആ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ സസ്യജാലങ്ങളുണ്ട്, അവർക്കും ഇതൊക്കെ ആവശ്യമുണ്ട്. ഇതിൽ പലതും അന്നുണ്ട്. ഈ ഭൂമിയിൽ പലതും ഈ ജന്തുജാലങ്ങൾക്ക് പറ്റിയ രൂപത്തിലുള്ള പലതും അന്നുണ്ട്. ചന്ദ്രനിൽ അന്നുമില്ലാതെ, ഇന്നുമില്ലാതെ ഭൂമിയിൽ അതൊക്കെ ഒന്നുണ്ട്. മനുഷ്യരുണ്ടാകുന്നതിന് ഒരുപാട് മുമ്പേ ഇതാരുണ്ടാക്കി? ജന്തുജാലങ്ങൾ ഉണ്ടാക്കിയോ? കണ്ട സംവിധാനം. അതിനു മുമ്പുള്ള സസ്യജാലങ്ങൾ ഉണ്ടാക്കിയോ? പിന്നെ ആരാ ബുദ്ധിയുള്ളവരുള്ളത്? ആരോ ഒരാളില്ലാണ്ടിക്കോ. ഒരു ദിവസം അടച്ചുപോയ ഒരു ബിൽഡിംഗ്, നമ്മളൊരു വീട്, അതിന്റെ ഉള്ളിൽ ഒരു ടിവിയും ഒരു VCR ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെ VCP ഉണ്ടായിരുന്നു. ഒരു ദിവസം നമ്മളൊന്ന് അവിടെ എവിടെയോ പോയി തിരിച്ചു വന്ന് തുറന്നു നോക്കുമ്പോ അത് കാണാനില്ല. അത് രണ്ടും കാണാനില്ല. അവിടെ തെരഞ്ഞ്, ഇവിടെ തെരഞ്ഞ്, പിന്നെ ഇങ്ങനെ ജനവാതിൽ തുറന്നുണ്ടോ നോക്കി, അവിടെ ബോൾട്ട് താറാന്നുണ്ടോ, മോൾ എവിടെയെങ്കിലും ഓട്ടുണ്ടോ നോക്കി, എവിടെയൊന്നും കാണാനില്ല. അവസാനം
പിന്നെ ഒരു മറ്റേ വിരലടയാള വിദഗ്ധം വന്നു. ഓരും പരിശോധിച്ചു നോക്കി, എവിടെയും ഒരു വസ്തു കാണാനില്ല. അവസാനം ഒരു നായിനെ കൊണ്ടുവന്നു, അതിനൊന്ന് പരിശോധിച്ചു നോക്കി, ഒരു മണവും പിടിക്കാൻ കഴിയുന്നില്ല. ഇല്ല, ഇവിടെ ആരും വന്നില്ല. എന്നാ പിന്നെ എന്റെ VCR-ഉം TV-യും പോയില്ല അല്ലേ? പോയില്ല. ഇവിടെ തന്നെ ഉണ്ടാവുന്നൊക്കെ അല്ല, അത് പോയിട്ടുണ്ട്. അതെങ്ങനെ പോയി? അതെങ്ങനെ പോയി? ആരും ഇവിടെ വന്നില്ല. എന്നാ പിന്നെ എങ്ങനെ ഇത് പോയി? ആക്ച്വലി ഇത് പോയതാണെങ്കിൽ എങ്ങനെ പോയി? തെളിവൊന്നും ഇവിടെ അവശേഷിക്കുന്നില്ല ഒരാൾ വന്നതിന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വളരെ സമർത്ഥനായ ഒറ്റ കട്ടുകൊണ്ടുപോയി. അതിന്റെ അർത്ഥം അല്ലാണ്ട് ഇല്ല, എന്നാൽ ഇത് പോയിട്ടുണ്ടാവില്ല എന്നാരും വെക്കല്ലല്ലോ. എന്റെ TV VCR-ഉം ഞാൻ കാണാഞ്ഞിട്ടയക്കും ഈ വേഷപ്പുറത്ത് അവിടെ ഉണ്ടാവും, അത് പോയില്ല എന്ന് വെക്കല്ല. പോയതെങ്ങനെ? ആരോ തട്ടിക്കൊണ്ട് പോയതാ. അതിനെന്താ തെളിവ്? ഒരു തെളിവുമില്ല. എല്ലാ തെളിവും അല്ലാണ്ടാക്കി കളഞ്ഞിരിക്കുന്നു. അത്ര വിദഗ്ധന. അപ്പോ ഇങ്ങനെ ഈ ഭൂമിയിൽ കാണുന്ന ഒരു ഇല മുതൽ ഒരു കൊടുങ്കാടിന് വരെ ഒരു മനുഷ്യന്റെ എല്ലാതരം ഏർപ്പാടുകൾക്കും എന്തിനുമുണ്ട് ഒരു പ്രത്യേക താളം, ഒരു പ്രത്യേക വ്യവസ്ഥ. അങ്ങനെ വ്യവസ്ഥ ഉണ്ട് എങ്കിൽ അതാരോ പ്ലാൻ ചെയ്തതാണ്. അത് മനുഷ്യൻ പ്ലാൻ ചെയ്തതല്ല, മനുഷ്യന്റെ മുമ്പേണ്ട്. ജന്തുജാലങ്ങൾക്ക് അതിനോട്ട് ബുദ്ധിയുമില്ല. പിന്നെ ആരെയൊക്കെ ഉണ്ടാക്കി? ആരെ അത് പ്ലാൻ ചെയ്ത്? ഏതോ ഒരു ബുദ്ധിയുള്ളവൻ പ്ലാൻ ചെയ്തതാ. അനാരാ? കണ്ടെത്തിക്കാളി. അതിനെന്താ കഴിവ്? അതോ അതാണ് 80,000 cc ബുദ്ധി. മനുഷ്യന്റെ കയ്യും കാലും ഒന്നും അത്ര ശക്തി ഇല്ലാഞ്ഞിട്ടും ബുദ്ധി 80,000 cc കൊടുത്തത് എന്തിനാ? ഇവിടെ ജീവിക്കാനല്ല. ജീവിക്കാൻ ഞാൻ പറഞ്ഞു കാട്ടുകഴുതന്റെ ബുദ്ധി മതി ജീവിക്കാൻ, സുഖമായി ജീവിക്കാൻ. അപ്പൊ ഈ ജീവിതത്തിന് വേണ്ടിയല്ല ഇത്രയും വലിയ ബുദ്ധി കൊടുത്തത്. ഇത് ഇക്കാര്യം ചിന്തിക്കാനും മനസ്സിലാക്കാനുമാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനോട് ഖുർആന്റെ ഒന്നാം പ്രസ്താവം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ചവനായ ഇക്കാണുന്ന വ്യവസ്ഥകളിലൂടെ, കുറ്റമറ്റ വ്യവസ്ഥകളിലൂടെ നിന്നെ വളർത്തി രക്ഷിച്ചു പോരുന്നവനായ ഒരു സൃഷ്ടാവ്, അവനെ കണ്ടെത്താനായിരിക്കട്ടെ നിന്റെ ഗവേഷണവും പഠനവും. അതാണ് ഖുർആന്റെ തുടക്കം. ശരി, ഇനി അത്യാവശ്യം സംസാരിക്കാൻ വയ്യാണ്ടായിട്ടുണ്ട്, ഇപ്പോ ശ്വാസം മുട്ടുന്നു. അപ്പോ ഞാനിനി പറഞ്ഞു വരുന്നത്, കുറച്ചുകൂടി പറഞ്ഞാലൊന്നും തരക്കേടില്ല എന്നൊക്കെ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ കഴിയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യൻ മുതൽക്ക് ചിന്തിച്ചു തുടങ്ങണമെന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. മനുഷ്യനെ പിന്നെ തൂങ്ങി നിൽക്കുന്ന വസ്തുവിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഖുർആനിൽ. ഒരു തൂങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അള്ളിപ്പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരു വസ്തുവിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ഈ കാണുന്ന വിധത്തിലാക്കി. പഠിച്ചോളിയത അത്യാവശ്യമേ പറഞ്ഞു തന്നുള്ളൂ. ഖുർആൻ ആധാരമല്ല, ഡോക്യുമെന്റ് എഴുതുന്ന മാതിരിയല്ല. പറമ്പ് വരി വെക്കുമ്പോ ഇന്ന പറമ്പിൽ നിന്ന് പിന്നെ ഇത്ര വാര അകലെ നിൽക്കുന്ന ഇന്ന തെങ്ങ് അങ്ങോട്ട് ഇടുവും. അത് സാധാരണ ഉണ്ടാവും, ഇതിലുണ്ടാവില്ല. ഏത്? ഖുർആനിലുണ്ടാവില്ല. ഖുർആൻ ബുദ്ധിയുടെ മുമ്പിലാ സംസാരിക്കാം. അപ്പോ ഖുർആൻ പറയുന്നത്, 7-ാം നൂറ്റാണ്ടിലെ ഖുർആൻ പറയുന്നത് മനുഷ്യനെ അള്ളിപ്പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരു വസ്തുവിൽ നിന്നും സൃഷ്ടിച്ചു. അന്ന് അള്ളിപ്പിടിക്കലും അറിയില്ല, തൂങ്ങി നിൽക്കലും അറിയില്ല. ഈ സൈഗോട്ട് എന്ന വസ്തു എങ്ങനെയാണ് ആ വസ്തു സൈഗോട്ട് എന്ന വസ്തു എന്താണെന്നോ, അങ്ങനെ ഒരു പേരോ അല്ലെങ്കിൽ ഗർഭാശയത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നോ, എംബ്രിയോളജിയിലെ പ്രധാനമായ ഒരു ഘട്ടമാണെന്നോ ഒരു ചുക്കും അറിയാത്ത കാലഘട്ട 7-ാം നൂറ്റാണ്ട്. അന്നാ ഖുർആൻ ഇറങ്ങുന്നത്. ഖുർആൻ ഇറങ്ങി നൽകുന്ന സൂചന ഇതങ്ങനെ അവിടെ പഠിച്ചോളൂ. ബുദ്ധിയുള്ളവനാണത് നൽകിയത്, അല്ലെ? ബുദ്ധിയുള്ളവനാണത് നൽകിയത്. അപ്പോ ബുദ്ധിയോടാണ് സംസാരിച്ചത്. അങ്ങനെ മനുഷ്യൻ മുതൽക്ക് അങ്ങോട്ട് പഠിച്ചോളൂ എന്നാണ്. ഞാന് ഒരു പല്ലിന്റെ ഡോക്ടറെ അടുത്ത് പോയി. എനിക്കൊരു പല്ല് ഫിറ്റ് ചെയ്യും, ഒരു സെറ്റ്, ഒരു ഭാഗത്ത് തീരെ അണപ്പല്ലില്ല. അപ്പൊ ഒരു 4 അണപ്പല്ല് സെറ്റ് ചെയ്ത് തരണം. അങ്ങനെ ആളെടുത്ത് പോയി. അപ്പൊ അയാൾ അളവൊക്കെ എടുത്തു, ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു, ഫിറ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, ഇത് കൊള്ളണില്ല എന്നല്ല. പല്ലുമ കൊള്ളണില്ല. പല പറഞ്ഞു കൊള്ളണുണ്ട്, ഭംഗിയായി കൊള്ളുന്നുണ്ട്,
എന്ന് പറഞ്ഞു. അങ്ങനെ ചിരിയൊക്കെ ഇടിച്ചു നോക്കിയാൽ ഭംഗിയായിക്കൊള്ളുന്നിടുക. ഞാൻ പറഞ്ഞു ശരിയായില്ല, എന്തോ തകരാറുണ്ട്, ഇത് നേർക്കേറല്ല കൊണ്ടത് എന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ ആള് പറഞ്ഞു വളരെ കൃത്യം നേർക്ക് നേരാണ് കൊണ്ടത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ ഒരു കാർബൺ പേപ്പർ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചാന്ന്. എന്നിട്ട് പല്ലുകൊണ്ട് കടിക്കാൻ പറഞ്ഞു. കടിച്ചു നോക്കുമ്പോ പല്ലുമലൊക്കെ പതിഞ്ഞിട്ടുണ്ട് കാർബൺ. ഞാൻ പറഞ്ഞു എല്ലാ പല്ലും തട്ടുണ്ടല്ലോ, നോക്കിക്കളി എല്ലാ പല്ലും പതിഞ്ഞിട്ട് കണ്ണാടി എടുത്തോ കാണിച്ചു തന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ കണ്ണാടി എടുത്ത് കാണിച്ചു. ഇപ്പൊ കുഴപ്പം എനിക്ക് മനസ്സിലായി. പല്ലിങ്ങനെ നേർക്ക് നേരെ അല്ല അണപ്പല്ല് നിൽക്കുക, ഇങ്ങനെ കൊണ്ടാ പല്ല് കൊള്ളൂല. നേർക്ക് നേരാ നിൽക്കുക അല്ല, മോളിലെ സെറ്റ് പുറത്തേക്ക് തള്ളിയിട്ടും അടിയിലെ സെറ്റ് ഉള്ളിലേക്ക് തള്ളിയിട്ടും നടുക്ക ഇങ്ങനെ ഫിറ്റ് ചെയ്യണ്ട്. രണ്ടെണ്ണം ഫിറ്റ് ചെയ്യേണ്ട രൂപം ഒന്നിന്റെ പകുതിയിലാണ് മറ്റേ ഫിറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് മോളില് പകുതി പുറത്തേക്ക് തള്ളി നിൽക്കണം. എന്നിട്ട് താഴത്തേന്റെ ഈ കുഴിയിൽ ചെന്ന് പതിക്കണം മോളേന്റെ വക്ക്. അങ്ങനെ കിടന്നാലേ പല്ല് സെറ്റാവുള്ളൂ. അപ്പൊ ഡോക്ടർ കാണിച്ചെന്ന് ഒരു പല്ലിന്റെ ഒഴിവെടുത്തത് അങ്ങനെ കൊള്ളുന്നുണ്ട്. ആകെന്നാളുടെ പേരുള്ള തെറ്റും അങ്ങനെ കൊള്ളണ്. ഇതിങ്ങനെ മറച്ചു കൊള്ളണം. എങ്ങനെ? ഇതിന്റെ കുഴിയിൽ മറ്റേന്റെ കുന്ന് കൊള്ളണം. അങ്ങനെ ആരെ ചവക്കാൻ കഴിയുള്ളൂ. അതിന്റെ പാള് ഇങ്ങനെ നിങ്ങളെ പല്ല് നോക്കിയാട്ടേന്ന് നിങ്ങളെ പല്ല് കടിച്ചിടിക്കും. എന്നിട്ട് ഇങ്ങനെ എന്ത് തപ്പി നോക്കി മോളെ വരി പുറത്തേക്കല്ലേ തള്ളിക്കളത്. എന്നാ അങ്ങനെ ആളുടെ എന്റതും നാലിലേക്ക് ചവക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആള് പറയുന്നത് അയാൾ അതിനെപ്പറ്റി ഒരുപാട് പഠിച്ച വിദഗ്ധനാ. അപ്പോഴാള് പറയുന്നത് അതെന്തോന്ന് തെറ്റിയുണ്ട്, അതെന്തോന്ന് തെറ്റിയുണ്ട്. നാള് എന്റെ കോളേജ് വിദ്യാർത്ഥികളായ കുട്ടികളോട് ഞാൻ പറഞ്ഞു മുന്നിലത്തെ പല്ല് കടിച്ചു പിടിക്കണടാൻ ഇങ്ങനെ. മുന്നിലത്തെ പല്ല് കടിച്ചു പിടിച്ച് ഇനി അണപ്പല്ലൊന്ന് കൂട്ടി കടിച്ചാട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിയൂല സാർ എന്നറി. എന്നാ അണപ്പല്ല ആദ്യം കടിച്ചു പിടിക്ക് എന്ന് പറഞ്ഞു. കടിച്ച് ഇനി മുന്നിലെ പല്ലൊന്ന് കടിച്ചാട്ടെ അതിനും കഴിയൂല. അതെന്താന്നാല് എന്തരാങ്ങ അങ്ങനെ അബദ്ധത്തിന് വന്നതാ? അല്ല, അബദ്ധത്തിലല്ല. മുന്നിലെ പല്ല് കടിച്ചു മുറിക്കാൻ വേണ്ടതാ, മൂർച്ചുള്ളതാ. ഈ സൈഡിലെ കൊമ്പല്ലും മുന്നിലുള്ള പല്ലും കടിച്ചു മുറിക്കാനുള്ളതാ, അതിന് മൂർച്ച വേണം. അണപ്പല്ല് കടിച്ചരക്കാനുള്ളതാ, അത് പല വട്ടം വർക്ക് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോഴൊക്കെ മുന്നിലത്തെ പല്ല് തട്ടിയാലോ അത് തേഞ്ഞു, അതിന് മൂർച്ചല്ലാണ്ട് കഴിപ്പോവും. അതുകൊണ്ട് പിന്നിലെ പല്ല് വർക്ക് ചെയ്യുമ്പോ മുന്നിലത്തെ പല്ല് തൊടരുത്, തട്ടരുത്. അതിന് വേണ്ടി തന്നെ അതിന്റെ ഫിറ്റിംഗ്. ഇങ്ങനെ വേറെ പലതും നമ്മൾ ഫിറ്റ് ചെയ്യലുണ്ട്, നമുക്ക് അവർക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ സ്വന്തം പല്ല് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് അവനാരും അറിഞ്ഞുകൂടാ. അങ്ങനെയാണോ ചോദിച്ചാ ശരി, ഇപ്പോഴാ ഞങ്ങളത് ചിന്തിച്ച് എന്നാണ് കുട്ടികൾ പറയുന്നത്. സംഗതി ശരിയാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് വലിയ പിടുത്തല്ല, എന്നിട്ടും നമ്മൾ അത് ഭംഗിയായി അങ്ങനൊക്കെ അതുകൊണ്ട് ഉള്ള ഉപകാരം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പ്ലാൻ ഫിറ്റിംഗ് ആരുടേത്? ആരോ ഒരു അതിവിദഗ്ധൻ ഫിറ്റ് ചെയ്ത് തന്നതാ. നമുക്ക് പോലും അത് മനസ്സിലാകില്ല. മനസ്സിലാകാഞ്ഞിട്ടും നമ്മൾ അതിന്റെ 100% ഉപകാരം ഉൾക്കൊള്ളുന്നു. അങ്ങനല്ലേ ഇതിന്റെ ഗുണം? അങ്ങനെ ആയി കാണണോക്ക. അയ്യോ, ഓക്സിജൻ അന്ന് അയാൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ കുടുങ്ങൂലായിരുന്നോ എന്നൊരു LP സ്കൂൾ വിദ്യാർത്ഥിയുടെ സംശയം പറയാറില്ലേ? അയാളെങ്ങാനും ഓക്സിജൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ അതുപോലെ ചിന്തിക്കാനേ ഇപ്പോഴും നമ്മൾ വളർന്നിട്ടുള്ളൂ. നമ്മളെന്തോന്ന് കണ്ടെത്തുമ്പോ നമ്മൾ അതും കണ്ടെത്തിയത്. സംഗതി ശരിയാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് വലിയ പിടുത്തല്ല, എന്നിട്ടും നമ്മൾ അത് ഭംഗിയായി അങ്ങനൊക്കെ അതുകൊണ്ട് ഉള്ള ഉപകാരം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പ്ലാൻ ഫിറ്റിംഗ് ആരുടേത്? ആരോ ഒരു അതിവിദഗ്ധൻ ഫിറ്റ് ചെയ്ത് തന്നതാ. നമുക്ക് പോലും അത് മനസ്സിലാകില്ല. മനസ്സിലാകാഞ്ഞിട്ടും നമ്മൾ അതിന്റെ 100% ഉപകാരം ഉൾക്കൊള്ളുന്നു. അങ്ങനല്ലേ ഇതിന്റെ ഗുണം? അങ്ങനെ ആയി കാണണോക്ക. അയ്യോ, ഓക്സിജൻ അന്ന് അയാൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ കുടുങ്ങൂലായിരുന്നോ എന്നൊരു LP സ്കൂൾ വിദ്യാർത്ഥിയുടെ സംശയം പറയാറില്ലേ? അയാളെങ്ങാനും ഓക്സിജൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ അതുപോലെ ചിന്തിക്കാനേ ഇപ്പോഴും നമ്മൾ വളർന്നിട്ടുള്ളൂ. നമ്മളെന്തോന്ന് കണ്ടെത്തുമ്പോ നമ്മൾ അതും കണ്ടെത്തിയത്. എന്തോ ഞാൻ അതും കണ്ടെത്തിയിരിക്കുന്നു. അത് ഇവിടെ ഉള്ളതല്ലേ കൂട്ടരെ? പണ്ടേ ഉള്ളതല്ലേ? എത്ര മുമ്പ് കോടിക്കണക്കിന് കൊല്ലം മുമ്പ് ഉള്ളതല്ലേ അത്? അപ്പൊ അത്ര വിദഗ്ധമായ എന്തോന്നാണ്? ആരെ ആ വിദഗ്ധമായി അത് ഉണ്ടാക്കിയവിടെ? അതിനെപ്പറ്റി മാത്രം ചിന്തിക്കാൻ ആൾക്കാർ തയ്യാറില്ല.
അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ, അങ്ങനെ അങ്ങ് പഠിച്ചാൽ മനുഷ്യന് ഒരു സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിയും. അതിന്റെ വെറും സൃഷ്ടാവല്ല, ഭംഗിയായി സൃഷ്ടിച്ചവൻ. ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, വളരെ സുന്ദരമായി മനുഷ്യനെ സൃഷ്ടിച്ചു. സുന്ദരമായി എന്നുമല്ല, സുന്ദരമായ സെമിട്രിയോടെയാണ്. അഹ്സനുൽ ഖൽഖ് എന്നല്ല പറഞ്ഞിരിക്കുന്ന, അഹ്സനു തഖ്വീം എന്നാണ്. അഹ്സനു തഖ്വീം എന്നാൽ സുന്ദരമായ സെമിട്രി, അതാ സമമിതി. ഓരോന്നും എങ്ങനെ വേണമോ അങ്ങനെ ആ രൂപത്തിലാ സൃഷ്ടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഇവിടെ എല്ലാം ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു. ഇതിനൊരു താളം തെറ്റിച്ചാലോ? അക്കേഷ്യ ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്തു. 16,000 ഏക്കർ യൂക്കാലിപ്റ്റസ് കൃഷി ചെയ്തു. എവിടെ? നിലമ്പൂര് ഭാഗത്ത്. ആർക്ക്? മറ്റേ ബർലക്ക് കൊടുക്കാൻ വേണ്ടി. അതോ ആട്ടെ. പക്ഷെ എന്തേ സംഭവിച്ചത്? പിന്നെ യൂക്കാലി കേരളക്കാരനല്ല, നാട്ടിൽ പറ്റൂല. അക്കേഷ്യ കേരളക്കാരനല്ല, ഇവിടെ പറ്റൂല. എന്തുണ്ടായിന്നറിയോ? യൂക്കാലി ഉണ്ടായതുകൊണ്ട് ആ ഏരിയയിലെ ചുറ്റുഭാഗത്ത് 3 പൂല് കൃഷി ചെയ്തിരുന്ന, 3 വിളവെടുത്തിരുന്ന പാടത്ത് ഒരൊറ്റ വിളവെടുക്കാൻ വെള്ളം കിട്ടുന്നില്ല. ഒരാട് അശ്വി വെള്ളം ഇവിടെ കംപ്ലീറ്റ് യൂക്കാലി വലിച്ചെടുത്തു വെള്ളം. അക്കേഷ്യോ? അക്കേഷ്യ ഇതുപോലെ വേറെന്ന. അക്കേഷ്യന്റെ വേറൊരു വിഷയവും കൊണ്ട് അയാൾക്കറിയോ? സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയിലൂടെയാണ് NH റോഡിന്റെ സൈഡിൽ അക്കേഷ്യ കൂട്ടമായി പിടിപ്പിച്ച്. എന്ത്? സാമൂഹ്യ വനവൽക്കരണം. അതിസുന്ദരൻ പദം. കുറച്ച് മരങ്ങൾ കൂട്ടി ഉണ്ടാക്കിയാൽ അത് വനമാകുമോ? മരങ്ങൾ കൂടിക്കിടക്കുന്നത് ആ കാട് തന്നെ അല്ല. മരങ്ങൾ കൂടിക്കിടന്നാൽ മരം കൂടിക്കിടക്കാന്നേ പറയാൻ പറ്റുള്ളൂ, കാടാവൂല. കുറെ കണ്ണികൾ ഒന്നിച്ചു കൊണ്ട് ഒരു സ്ഥലത്താണ് കൂട്ടിയാൽ ചങ്ങലാകുമോ? ഇല്ല, കണ്ണി പരസ്പരം കൂട്ടിക്കൊളുത്തണം, നിലയെ ചങ്ങലാവുള്ളൂ. അതുപോലെ കുറെ മരങ്ങൾ ഇങ്ങനെ കുറെ അടുത്തടുത്ത് കുന്നുപോലെ കൊണ്ടുപോയി കൂട്ടിയാൽ അത് കാടാവില്ല. കാട് തന്നെ മരക്കൂട്ടമല്ല. കാടിന് മരക്കൂട്ടുണ്ടായിട്ട് പിന്നെ 100 അല്ല തൊടാടാണ് വെച്ചേക്കണം, എന്നാൽ അത് കാണാവും. അതിനൊരു മൂപ്പ് വരാനുണ്ട്. അതിൻ്റെതായ പ്രകൃതിയിലെ കുറെ ഭാഗങ്ങൾ കൂടി യോജിക്കാനുണ്ട്. അപ്പൊ ഒരു മരം വളർന്നിട്ട് 100 കൊല്ലം തൊടാതെ വെച്ചേക്കാനങ്ങാതെ എന്നാ കാടായിക്കോളും, അല്ലെങ്കിൽ കാടാവൂല. അപ്പൊ സാമൂഹ്യ വനവൽക്കരണത്തിന് അക്കേഷ്യ വളർത്തിയാല് 5-ാം കൊല്ലം വെട്ടി കുറിക്കൂല വിട്ടര്. അതല്ലേ അക്കേഷ്യ വെച്ച്? അല്ലെ NH റോഡിന്റെ സൈഡിലാ കാട്. മനുഷ്യന്മാർക്ക് അടക്കരുത്. എങ്ങനെയുണ്ട് നമ്മളെ അപാര ബുദ്ധിയെ? മനുഷ്യന്റെ അപാരമായ ബുദ്ധി പ്രവർത്തിക്കുന്ന ഒരുപാട്. എന്നിട്ട് ഓരതിനെ ഊറ്റം കൊണ്ടുപോയി ചെയ്യും. ഞാൻ എന്തൊരു ബുദ്ധിമാന് AP ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇങ്ങനെ മറ്റേ കലത്തിന്റെ ഉള്ളിൽ കുടുങ്ങിയ ആടിന്റെ തല. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു ഉമ്മാമ ബുദ്ധി കാണിച്ചു കൊടുത്തിരുന്നാടാ കഴുത്തിലൂടെ അങ്ങ് മുറിച്ചു. അപ്പൊ കലം വേറിട്ട് ആടും വേറായി. അപ്പൊ പിന്നെ സംശയം, കലം എങ്ങനെ മാമ കിട്ടൂന്ന്. അപ്പൊ തല കുറച്ചിങ്ങനെ എടുക്കാൻ ശ്രമിച്ചു നോക്കി, കിട്ടാന്നപ്പോ മാമ പറഞ്ഞ് എന്തായാലും കാലാടൊടിച്ചാടി എന്നാ തല വേറിട്ടിട്ടു. ഇപ്പൊ രണ്ടും കിട്ടി. മാമ എന്തൊരു ബുദ്ധിയുള്ള മാമ അല്ലെ? ആ ജാതി സാമർത്ഥ്യങ്ങളൊക്കെ കാണിക്കുന്നു മനുഷ്യൻ ഇവിടെ. സാമൂഹ്യ വനവൽക്കരണം NH റോഡിന്റെ സൈഡിൽ. സുന്ദരൻ ആശയം. ഇനി കാട് കാണാൻ മനുഷ്യൻ വേറെങ്ങും പോകണ്ട. കുട്ടികൾക്ക് ഇന്റെ നാട്ടിലൊക്കെ മുള കാണാൻ വേണ്ടിയിട്ട് പിന്നെ പുഴക്കരയിൽ പോയി കാണിച്ചു കൊടുക്കുക. മക്കളെ, മുള എന്നിട്ട് ഒരു മരമുണ്ട് എന്ന് പറഞ്ഞാൽ പുല്ല് വർഗത്തിലെ ഏറ്റവും വലിയ ചെടി മുളയാകുന്നു എന്ന് കുട്ടികൾ പഠിക്കൂ. അപ്പൊ എന്താണ് ആ മുള തന്നെ വലിയ പുല്ല് എന്നൊരു കുട്ടി ചോദിച്ചാൽ, ഒരു 4-ാം ക്ലാസ്സുകാരൻ ചോദിച്ചാൽ നമുക്ക് വഴിയില്ല. അപ്പൊ പുഴ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കല. അതുപോലെ ഇനി നമ്മൾ കുട്ടികൾക്ക് കാട് കാണിക്കാൻ NH റോഡ് കൂടെ ബസ്സിന് പോയാൽ മതി. എത്ര സുന്ദരൻ ആശയം ആട്ടെ. ഞാൻ പറഞ്ഞതിന്റെ ആകത്തൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ആദ്യ വാക്കത്താ കാണിക്കണം അല്ലെ? പ്രകൃതിയിലുള്ളതോ? പ്രകൃതിയിലുള്ളത് കുറ്റമറ്റണം. അത് സൃഷ്ടാവിന്റെ പ്ലാനാണ്. അവൻ ബുദ്ധിമാനാണ്. ആ ബുദ്ധിയാണ് ഇക്കണ്ട സൃഷ്ടിജാലങ്ങളിലൊക്കെ കാണുന്നത്. മനുഷ്യൻ എന്ന ഈ അത്യത്ഭുതകരമായ യന്ത്രത്തിന്റെ സംവിധാനം ഒരു 10,000-ൽ 1 പോലും ഇന്നുവരെ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല.
മനുഷ്യന്റെ ഇതുണ്ടല്ലോ, ഈ മനുഷ്യനെന്ന യന്ത്രത്തിന്റെ സംവിധാനത്തിന് 10,000-ൽ 1 പോരുന്ന വരെ മനുഷ്യൻ മനസ്സിലാക്കിയില്ല. ഇനി എത്ര മനസ്സിലാക്കാൻ കിടക്കുന്നു? അപ്പോ എന്നാൽ അത്ര അത്ഭുതകരമായ ഒരു വസ്തു പ്ലാൻ ചെയ്ത് സൃഷ്ടിച്ചോരില്ലേ? ആ സൃഷ്ടാവിനൊന്ന് കണ്ടെത്തുക. വേറൊന്നും പറഞ്ഞാൽ അർത്ഥമല്ല. ആ കൂട്ടത്തിൽ ഇതും കൂടി കൂട്ടിയങ്ങ് ചിന്തിച്ചാൽ മനുഷ്യന്റെ പ്രധാന ഉപകരണങ്ങൾ, ജീവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓർഗണുകൾ പറഞ്ഞോളൂ. ഒന്ന് ശ്വാസകോശം, മറ്റൊന്ന് ഹൃദയം, മറ്റൊന്ന് ദഹനേന്ദ്രിയങ്ങൾ മുഴുവനും, മറ്റൊന്ന് കിഡ്നി, മറ്റൊന്ന് പിന്നെ നെർവസ് സിസ്റ്റം, നാഡീവ്യൂഹം, പിന്നെ തലച്ചോറ്. അതെ, കണ്ണുമുക്കൊക്കെ പടാക്ക താഴെയാണ്. അതെ, ഇതൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? എന്റെ കൈ ഞാനാ നിയന്ത്രിക്കുന്നത്, എന്റെ കാല് ഞാനാ നിയന്ത്രിക്കുന്നത്, എന്റെ നാവ് ഞാനാ നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ ഞാനാ. എന്റെ ഹൃദയം ആരാ നിയന്ത്രിക്കുന്നത്? എന്റെ ശ്വാസകോശം ആരാ നിയന്ത്രിക്കുന്നത്? എന്റെ കിഡ്നി ആരാ നിയന്ത്രിക്കുന്നത്? എന്റെ നെർവസ് സിസ്റ്റം ആരാ നിയന്ത്രിക്കുന്നത്? എന്റെ തലച്ചോറ് ആരാ നിയന്ത്രിക്കുന്നത്? എന്റെ ദഹനേന്ദ്രിയങ്ങൾ ആരാ നിയന്ത്രിക്കുന്നത്? ഞാനല്ല. അതെന്തുകൊണ്ട്? അതെന്തുകൊണ്ടാ? ഞാനല്ലാതെ ഞാനാവണ്ടേ? അപ്പൊ പ്രധാന ഓർഗണുകൾ ഞാനല്ല നിയന്ത്രിക്കുന്നത്, എന്നാൽ അപ്രധാനമായ പലതും ഞാൻ നിയന്ത്രിക്കുന്നു. അല്ലേ? എന്തുകൊണ്ടാ അങ്ങനെ വന്നത്? എന്റെ കണ്ണ് എങ്ങോട്ടാ നോക്കേണ്ടത് ഞാനാ തീരുമാനിക്കേണ്ടത്. എനിക്ക് വേണമെങ്കിൽ അടക്കാം. അല്ലെ? എന്റെ നാവ് ഞാനാ നിയന്ത്രിക്കുന്നത്, കയ്യും കാലും ഞാനാ നിയന്ത്രിക്കുന്നത്. അല്ലെ? എന്തുകൊണ്ടാ ഈ ഓർഗണുകളൊന്നും നമ്മളല്ലാതെ പോയത്? അതോ ഇതിന് വേറൊരു കുഴപ്പമുണ്ട്. ഇത് നമ്മളെ ഏൽപ്പിച്ചാൽ കൊടുക്കും, നമുക്ക് ഉറങ്ങാൻ കഴിയൂല, നമുക്ക് ബോധം കെടാൻ പറ്റൂല. നമ്മൾ ബോധം കെട്ടാൽ നമ്മൾ നിയന്ത്രിക്കലാണ് ഹാർട്ട്, ലങ്സ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഓടി കഴിഞ്ഞു പോട്ടെ. രാത്രിയിൽ ഒരു 4 ചപ്പാത്തിയും ഒരു 2 മീനും പിന്നെ 2 കോയും ഇതെല്ലാം കൂടെ തിന്നിട്ട് ഇങ്ങനെ വയറിങ്ങനെ ാക്കിയിട്ട് ആ ഒരൊറ്റക്കടുത്താട് വെച്ചു വിട്ടാൽ അവൻ നേരം വെളുക്കുമ്പോക്ക് സുഖമായി ദഹനം കഴിഞ്ഞ് വളരെ ഭംഗിയായി നിൽക്കും. നമ്മളാണ് ദഹിപ്പിക്കണമെങ്കിലോ അതിന്റെ നിയന്ത്രണം നമ്മളെ കയ്യിലാണെങ്കിലോ രാവിലെ എണീറ്റ് നോക്കിയാൽ ഡോ നിറയെ നിൽക്കും. പിന്നെ അതിന് വടി വേറെ എടുക്കണം, അല്ലെ അത് ദഹിച്ച് എന്നരെ ഉറങ്ങാതെക്കണം. അല്ലെ? ഇപ്പൊ എന്തൊരു സുന്ദരം, അത് വേറെ ആരോ ഏറ്റെടുത്തത് കൊണ്ട്. അപ്പൊ അതൊക്കെ ഓട്ടോമാറ്റിക്കൽ സിസ്റ്റം. അല്ലെ? അതൊക്കെ ഓട്ടോമാറ്റിക്കൽ സിസ്റ്റം. എന്നാൽ നമ്മുടെ സാധാരണ നമ്മളെ ആവശ്യത്തിന് ഉപകരിക്കുന്നതൊക്കെ ഒക്കെ നമ്മുടെ സിസ്റ്റം, നമുക്ക് നിയന്ത്രിക്കാവുന്നത്. അപ്പം നമുക്ക് നിയന്ത്രിക്കാവുന്ന സാധാരണ ഉപയോഗത്തിലുള്ളതൊക്കെ. മനുഷ്യന്റെ ജീവൻ നിലനിർത്താനുള്ള ഏറ്റവും പ്രധാന ഉപകരണങ്ങളൊക്കെയോ അതൊക്കെ നമ്മളല്ല നിയന്ത്രിക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. മനുഷ്യന്റെ കിഡ്നി പ്രവർത്തിക്കുന്നത് രക്തം പമ്പ് ചെയ്യണം, രക്താടുക്കെത്തണം. ലങ്സ് പ്രവർത്തിക്കണമെങ്കിലും പ്രവർത്തിച്ചാൽ ഗുണം ശരീരത്തിന് കിട്ടണമെങ്കിൽ അവിടെ കിട്ടുന്ന ഓക്സിജൻ രക്തത്തിലൂടെ ഇങ്ങനെ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കണം. മനുഷ്യന്റെ പിന്നെ തലച്ചോറ് പ്രവർത്തിക്കണമെങ്കിലോ 3 മിനിറ്റിൽ കൂടുതൽ രക്തം ആർക്ക് വരാന്നാൽ അപകടശു. തലച്ചോറ് രക്തം വേണം. മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ സെല്ലുകളും പ്രവർത്തിക്കണമെങ്കിൽ രക്തം വേണം. മനുഷ്യനെ വളരണമെങ്കിൽ രക്തം വേണം. അതുണ്ടായാലേ ബാക്കിയുള്ളതൊക്കെ പ്രവർത്തിക്കുള്ളൂ. മനുഷ്യന്റെ ഹാർട്ട് രക്തം പമ്പ് ചെയ്യാനുള്ള ഉപകരണം. ഈ പമ്പിങ്ങിനുള്ള കഴിവ് കാരണം കിട്ടുന്നത് രക്തം നൽകുന്നതാ, ബാക്കിയുള്ളതിനൊക്കെ രക്തം നൽകുന്ന. ഹൃദയത്തിന് രക്തം നൽകുന്നതായി കഴിവ് അല്ല, അതായത് പ്രത്യേകത. ബാക്കിയുള്ളതൊക്കെ ഹൃദയത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. മറ്റെല്ലാ ഉപകരണങ്ങളും ശരീരത്തിന്റെ ഓരോ ഇഞ്ചും ഹൃദയം മാത്രം. അത് വേറൊന്നിനെ ആശ്രയിക്കുന്നില്ല, അത് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല, അത് സ്വന്തമാണ്. അതിന് പ്രവർത്തിക്കുവാനുള്ള ഇന്ധനം അതിന്റെ ഭിത്തിയിൽ തന്നെയുള്ള ഏതാണ്ട് ഒരു സെൽ സമൂഹം, അതിനുള്ള കറന്റോ ശക്തിയോ അതിനുള്ള ഇന്ധനം ഹൃദയത്തിന്റെ ഭിത്തിയിൽ തന്നെയുള്ള ഒരു സെൽ സമൂഹം അതിന് വേണ്ട ഇന്ധനം നൽകുന്നു. അതുമാത്രം സ്വതന്ത്രമായ ഒരു യൂണിറ്റ്, വേറെ ഒന്നിനെ ആശ്രയിക്കൂല. ബാക്കിയുള്ളതൊക്കെ അതിനെ ആശ്രയിച്ചു കൊടുക്കണം. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യ്. ഈ പ്രപഞ്ചമാകുന്ന വലിയ മനുഷ്യനങ്ങൾ ഇങ്ങനെ കണ്ടോളൂ.
അതിലെ ഏതൊന്നും പ്രവർത്തിക്കണമെങ്കിൽ അള്ളാഹുവിനെ ആശ്രയിച്ചു നിൽക്കണം. അള്ളയോ യാതൊന്നിനെയും ആശ്രയിച്ചു നിൽക്കുന്നില്ല. അവൻ ഹുവൽ ഗനിയ്യ്, അവൻ സ്വാശ്രയനാകുന്നു. അതേ ഉദാഹരണമാണ്, പ്രപഞ്ചത്തിന്റെ അതേ ഒരു മിനി രൂപമാണ് മനുഷ്യനിൽ കൊടുത്തിരിക്കുന്നത്. മനുഷ്യന്റെ കോടിക്കണക്കിന് സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ഹൃദയത്തെ ആശ്രയിക്കണം. ഹൃദയം മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല. അതൊരു സെൽഫ് യൂണിറ്റാണ്. അതിന് ഇന്ധനം അതുതന്നെ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഹാർട്ട് പ്രവർത്തിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഒന്ന് ചിന്തിച്ചാലും പ്രപഞ്ചത്തിന്റെ ഒരു മിനി സൈസാണെന്ന് കാണാം. ഒരാള് പരിപൂർണമായ സ്വാശ്രയം. ഇതുപോലെയാണ് അല്ലാഹ്, അവനാണ് സ്വാശ്രയം. ബാക്കിയുള്ളവരൊക്കെ അന്തുമുൽ ഫുഖറാവിലല്ല, നമ്മളൊക്കെ അള്ളാഹിന് ആവശ്യമുള്ളവർ, ഒക്കെ അള്ളാഹിനെ ആശ്രയിക്കുന്നവർ. അല്ലാഹ് മാത്രം ഹുവൽ ഗനിയ്യ്, സ്വാശ്രയം. അങ്ങനെ പഠിച്ചോളൂ. سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين أنه الحق. പ്രപഞ്ച ചക്രവാളത്തിൽ നാം തെളിവുകൾ നൽകും. ഇനിയും മനുഷ്യരിൽ തന്നെ തെളിവുകൾ നൽകും. മനുഷ്യരിൽ തന്നെ തെളിവുകൾ നൽകിക്കൊണ്ടിരിക്കും. ഇനിയും ഹത്താ യതബയ്യന അന്നഹു അൽ ഹഖ്, അവനാണ് പരമസത്യം എന്നത് ബോധ്യപ്പെടുവാണ്. അവനാണ് പരമസത്യം എന്നത് ബോധ്യപ്പെടുവോളം. ഒരു ഉദാഹരണം മനുഷ്യ ശരീരത്തിൽ ഞാൻ പറഞ്ഞു തന്നു മാത്രം. അതുപോലെ ഇനി നിങ്ങൾ ചിന്തിച്ചോളൂ, ഇഷ്ടം പോലെ ചിന്തിച്ചോളൂ. പഠിക്കുന്നവന്റെ മുമ്പിൽ, പഠിച്ചവന്റെ മുമ്പിൽ, ചിന്തിക്കുന്നവന്റെ മുമ്പിൽ, പ്രപഞ്ചത്തെപ്പറ്റി ഗവേഷണം നടത്തുന്നവന്റെ മുമ്പിൽ വിറക്കാതെ നിലക്കൊള്ളാൻ കഴിയുന്ന ഏക പടച്ചോൻ. മറ്റൊരു പഠിച്ച ആൾക്കാരുടെ, ചിന്തിക്കുന്നവരുടെ മുമ്പിൽ നിലക്കൊള്ളാൻ പറ്റിയ ഒരു പടച്ചോൻ വേറല്ല. അതിങ്ങനെ പരിചയപ്പെടുത്തണം. നമ്മളൊക്കെ ഈ പഠിച്ചോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ബാപ്പാരും വലിയപ്പാപ്പാരും ഒക്കെ പറഞ്ഞു കേട്ട് വിശ്വസിച്ചാൽ അത് ബുദ്ധിയുള്ള ലോകത്തിന് മുമ്പിൽ വിറക്കാതെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പടച്ചോനാവില്ല, ഒരള്ളയും ആവില്ല. അല്ലാഹ് ആരാണ്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംവിധായകനുമായവൻ. അതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്ന തുടക്കം. അത് വെച്ചിട്ട് ബാക്കി ചിന്തിച്ചോളൂ. ഞാൻ ഇവിടെ നിർത്തുന്നു. അള്ളാഹുവിനെ പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ലോകം ഇന്ന് ബുദ്ധിയിലേക്കാണ് നീങ്ങുന്നത്. പണ്ട് പൈതൃകത്തിലൂടെയായിരുന്നു നീങ്ങിയിരുന്നത്. ഇന്ന് സ്വതന്ത്ര ബുദ്ധിയിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ടാണ് കാനഡ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, അങ്ങനെ പോയിട്ട് എവിടെ വരെ, ജാപ്പാനിൽ വരെ പടച്ചവനെ ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ തുടങ്ങിയിരിക്കും. ഖുർആൻ മുസ്ലിമിന്റെ ഗ്രന്ഥമല്ല, പക്ഷെ അത് പറഞ്ഞാൽ ലോകത്താരും അംഗീകരിക്കൂല. അതുകൊട്ടെ ഖുർആൻ മനുഷ്യന്റെ ഗൈഡൻസാണ്. മനുഷ്യൻ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജാപ്പാനിലും ഒക്കെ ഇസ്ലാം മതം ഉണ്ടാകുക തന്നെ, ഫ്രാൻസിലും മതം ഉണ്ടാവുക എന്നുള്ളത് ഇതൊരു പുതുമയാണ്. ഫ്രാൻസിലും മതം, ഏത് നൂറ്റാണ്ടിലാ ഫ്രാൻസിലും മതം ഉണ്ടായിരുന്നത്? ഇനി ഒരു മതത്തിലേക്ക്, അതെ, ഫ്രാൻസ് അടുത്ത തലമുറ മതത്തിലേക്ക് നീങ്ങുന്നു. ഖുർആന്റെ പടച്ചവനെ പരിചയപ്പെട്ടിട്ടാണ്. ഖുർആൻ അവരൊക്കെയാണെന്ന് അവരോട് അംഗീകരിച്ചു. ഇത് വാപ്പളാർന്നല്ല, ഇത് നമ്മളൊക്കെ മനുഷ്യന്മാരുടേതാ, പഠിക്കണം. അത് പഠിച്ചു നോക്കുമ്പോ അതിൽ മനുഷ്യൻ, അതിൽ പ്രതിപാദിക്കുന്ന ഒരു ദൈവം, അവൻ സൃഷ്ടാവാണ്, സംവിധായകനാണ് പ്രപഞ്ചത്തിന്റെ. അത് മനസ്സിലാക്കി ഉൾക്കൊള്ളുമ്പോൾ ബുദ്ധിയുടെ മുമ്പിൽ വെച്ച് പരിശോധിക്കാം. ഏതുതരം ബുദ്ധിയുടെയും. വലിയ ബുദ്ധിമാൻ ഏറെ ഭയത്തോടെ ഉൾക്കൊള്ളുന്നു. ചെറിയ ബുദ്ധിയുള്ളവൻ ഓന്റെ കഴിവിനനുസരിച്ച് അള്ളാനെ ഉൾക്കൊള്ളുന്നു. ബുദ്ധി എത്ര വളരുന്നുവോ അത്രയേറെ പടച്ചവനെ പേടിക്കുന്നു. ഇന്നമായ പഠിച്ച മനുഷ്യരാണ് അള്ളാനെ പേടിക്കാം. പഠിച്ച മനുഷ്യരാണ് അള്ളാനെ പേടിക്കാം. ശരി, ഇവിടം അവസാനം.
സർവലോക രക്ഷിതാവും സൃഷ്ടാവുമായവനെ പഠിക്കുക, ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. ബുദ്ധിയുടെ മുമ്പിൽ ശരിയായി തോന്നുന്നുവെങ്കിൽ അംഗീകരിക്കുക. അംഗീകരിച്ചാൽ പിന്നെ മനുഷ്യന് തള്ളിക്കളയാൻ കഴിയില്ല. വളർന്നു വികസിച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ വിസ്ഫോടിതമായ ഇക്കാലഘട്ടത്തിൽ ബുദ്ധി ഉപയോഗിക്കുന്ന സ്വതന്ത്ര ബുദ്ധിയുള്ള മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. ഇത് ഇന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മളെന്ത് പറഞ്ഞാലും, നമ്മൾ ഖുർആൻ എല്ലാവരും ശരിയാണെന്ന് പറഞ്ഞാലും ഇന്ന് അതിന്റെ വാക്താക്കൾ നമ്മളാകും. അതുകൊണ്ട് നമ്മളുടെ കർത്തവ്യമായി ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, ഇത് ബുദ്ധിയുടെ മുമ്പിൽ വെച്ചു കൊടുക്കാം. ഖുർആനിലെ അള്ളാഹുവിനെ ലോകത്തിന്റെ മുമ്പിൽ, ബുദ്ധിയുള്ള ജനതയ്ക്ക് മുമ്പിൽ, സ്വതന്ത്ര ചിന്തകരുടെ മുമ്പിൽ ഈ സൃഷ്ടാവും സംവിധാനനായകനുമായവനെ അഥവാ ഖാലിഖും റബ്ബുമായവനെ, ഖാലിഖും ഇഖ്റബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുക്കുക. ഇതിന് തയ്യാറാവുക. പടച്ചവൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. സത്യം സത്യമായി ഉൾക്കൊള്ളുവാനും തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കുവാൻ, അങ്ങനെ വിവേചനത്തോടെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ പടച്ചവൻ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. السلام عليكم ورحمة الله.